മീനിന് വില ഉണ്ടാവും. ഒരു 4-5 പേര് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മീന് മാത്രമായിരിക്കും പൈസ ആവുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെയൊക്കെ വില അത്രയാണ്. PLI 20 ഷവർമ്മ എന്നാ പൈസക്കൊന്ന്. എടാ അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? അതൊക്കെ എന്തൊരു കമ്പാരിസൺ ആടാ. മീൻ നിന്റെ അടുത്ത് മീനല്ല തിന്നാൻ പറ്റുള്ളൂ, ഷവർമ്മ തിന്നാൻ പറ്റുമോ? ഷവർമ്മ തിന്നേണ്ട സമയത്ത് ഷവർമ്മ തിന്നണം. എന്നാ ടെലഗ്രാം പോയി. അയ്യോ എന്തൊരു വിഷമം. അവന്റെ കാമുകി ഇട്ടിട്ട് പോയതുപോലാണ് അവന്റെ വിഷമം കണ്ടു കഴിഞ്ഞാൽ. കണ്ണീന്നൊക്കെ വലിച്ചു കയറി കുറച്ചാൾ ടെലഗ്രാം വേണ്ട. ആ അപ്പപ്പാ എത്ര ആളെ കണ്ടിട്ട് കൊറേ ആയില്ലേ? എന്താ ഞാന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പപ്പാ. ഞാൻ ഇല്ലായിരുന്നേ. സാധാരണ എന്നെ വരവേൽക്കാൻ വേണ്ടിട്ട് LX2 ഒക്കെ വരുന്നതാ ഡെയിലി. ഇപ്പൊ കാണാൻ പോലും ഇല്ല. എല്ലാരും വളർന്നു പോയില്ലേ വാസുമോനെ? എന്താ പപ്പ ഇനിയിപ്പൊ എന്ത് വേണം പപ്പ? BC ഒക്കെ കിട്ടി, സെറ്റായി. പിന്നെ ഇനിയിപ്പോ അവനും കൂടെ ഉള്ളു മറ്റേ ഇവിടെ സിറ്റിയിലെ സിഗ്മ മാറാൻ വേണ്ടിട്ട്. ആണല്ലേ? അപ്പൊ പിന്നെ ഇനിയിപ്പോ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പ്രയോറിറ്റിയിൽ അങ്ങനെ അവരുടെ പ്രയോറിറ്റി അതായിരിക്കുമല്ലോ പപ്പ. പെണ്ണെന്ന് എഴുതി കാണിച്ചാലേ എല്ലാരും ഇപ്പൊ അതിന്റെ പുറകെ പോകുന്നൊരു കാലം വാസുമോനെ. അതെ അതെ അതെ, പെട്ടെന്ന് എഴുതി കാണിച്ചാൽ മതി. ഇതെന്താ അയ്യോ അപ്പപ്പാ? നമ്മള് കഫേന്നാണേ. കഫേന്നോ? പറഞ്ഞോടാ. ഫുഡിന്റെ കാര്യം, ഫുഡ് ഓർഡർ എടുക്കാൻ. ഫുഡ് ഓർഡറോ വാസുമോനെ? ഹലോ, ഫുഡ് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യണം. കുറ്റിക്കാട്ടിന്ന് വെളിയിൽ വാടാ. എടാ കാട്ടിനകത്തൊന്ന് വെളിയിൽ വാടാ. ഞാൻ വെടിവെച്ചിടുവേ. ഞാൻ നിന്നെ കണ്ടതാണേ. ഞാൻ നിന്നെ വെടിവെച്ചിടുവേ. അവൻ ഓടി അപ്പുറം വഴി പോയി. കേറിവാടാ പെണ്ണില്. എന്താ ഇതിനകത്ത്? നിന്നോട് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞാണ് കൊച്ചും തള്ളയും മറ്റേ അപ്പനും ഒക്കെ അങ്ങ് വെളിയില്, ഈ കോമ്പൗണ്ടിന് വെളിയില്. അപ്പ ഇറുക്കാറാന്ന് ചോദിച്ചാൽ വെളിയിൽ വന്നിട്ട് ആരെടുത്തേലും ചോദിക്കണം അകത്ത് അപ്പ ഉണ്ടോന്ന്. അല്ലെങ്കിൽ നീ അവിടെ അത് ചോദിക്കാൻ നീ ഇങ്ങനെ കേറി അകത്തോട്ട് വരണ്ട, മനസ്സിലായ? അയ്യോ നീ നിന്റെ തന്തയുടെ അതേ വിത്താ. നീ എന്റെ അടുത്ത് കരഞ്ഞ് തൂറി മെഴുകല്ലേ കേട്ടാ? അയ്യോ കണ്ടിട്ട് എന്റെ വിഷമമാണ്, കരച്ചില് വരുന്നത്. ഇറങ്ങടാ 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 കൊച്ചിറക്ക. നീ എന്തിനാ കരയുന്നൊക്കെ? നീ ഷോ കാണിക്കുന്നു. അയ്യോ എന്തൊരു വിഷമയോ. എനിക്ക് കണ്ണിക്കൂടെ മൂക്കിക്കൂടെ വായിക്കൂടെ വരെ വെള്ളം വരുന്നത് പാവത്തിന്റെ വിഷമം കണ്ടിട്ട്. എന്നെ ചതിച്ചല്ലേ? ഓടാ കള്ള, നീയാണ് എന്നെ മലയുടെ മണ്ടേ വരണോന്ന് പറഞ്ഞിട്ട് ഞാൻ മലയുടെ മണ്ടേ വന്ന് നിക്കുന്നു. ഏത് എന്തൊരു മറ്റേ മലയിൽ അന്ന് അണ്ണുമായിട്ടൊക്കെ ഇറങ്ങിയത്. ആ മലയെന്നൊക്കെ എന്നേ ഞാൻ തിരിച്ചു വന്നില്ലേ? എപ്പം അണ്ണ കഴിഞ്ഞ സിറ്റുവേഷൻ ഒന്നും വന്നില്ലല്ലോ. എടാ ഞാനില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നോടാ TVക്ക്. നിങ്ങള് പ്രിയവാറിന് പോകാൻ ആളില്ലെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി റെഡി ആയിട്ട് ആ മൂലക്ക് നിൽക്കുമായിരുന്നു വണ്ടിയായിട്ട്, മനസ്സിലായ? പക്ഷെ എല്ലാരും വന്നപ്പോഴത്തേക്കിന് അതുകൊണ്ട് ഞാൻ വന്നില്ല. നിങ്ങൾ കളിക്കട്ടെന്ന് വിചാരിച്ച്. എന്നെ ചതിച്ച് കിട്ടിയ വണ്ടിയും കൊണ്ട് മലയേറി വന്നേ. ഞാൻ വണ്ടിയുടെ കൊലം നോക്ക്. ഒരുപാട് ന്യായം പറയല്ലേ നീ ഒരുപാട് ന്യായം പറയല്ല. നീ ആരെ കാണാൻ പോയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നിട്ട് ലേറ്റ് ആയിട്ട് വന്നാൽ അത് നേരെ എന്റെ തലക്ക് വെച്ച് തരണം അല്ലേ? ആരെ കാണാൻ പോയി? ഞാൻ കിട്ടിയ വണ്ടി പിടിച്ച് വന്നതാ ഞാൻ. എനിക്ക് ആരെ കാണാൻ ഇവിടെ? ഒരു മിനിറ്റാ. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഒരു സെക്കൻഡ് എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയണ്ടേ? ഒരു സെക്കൻഡ് പിള്ളേർ ഇപ്പൊ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ നന്നായിട്ടിരിക്കുന്ന സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യമല്ലേ? നന്നായിട്ടിരിക്കുന്ന സാധനങ്ങൾ എന്ത് നല്ല റേഡിയോ ആയിരുന്നു, ഇപ്പൊ കണ്ടി പോലെയായി അപ്പി. ഹലോ കേക്കാവോ? കേക്കാൻ പറഞ്ഞോളൂ. നല്ലൊരു റേഡിയോ ആയിരുന്നു, അത് എഡിറ്റ് ചെയ്ത് നാശമാക്കി ഇപ്പൊ അപ്പി പോലെ ആക്കി. എന്താ വാസുമോനെ ഇതിന്റെ ഫീച്ചേഴ്സ് വാസുമോൻ അറിയാത്തോണ്ടാ. എന്താ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞേ? ഇത് ഹോം അടിച്ച് അടിച്ചോ? സെറ്റിംഗ്സ് കണ്ടോ? സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് ഒന്ന് ഞെക്കിയേ. അതില് പലതരം സാധനങ്ങൾ കണ്ടോ? റേഡിയോയുടെ മിനിമൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച്,
ടാക്ടിക്കൽ അല്ല, കുറച്ചുകൂടെ വേണേ കുറച്ചുകൂടെ. അത് നിൽക്കുമ്പോ എന്തോ മാറുന്നെന്ന് വല്ല മനസ്സിലായോ? അപ്പി പോലെ ഉണ്ട് അപ്പാപ്പ. UAE മറന്നുണ്ടോ? മറ്റേ റേഡിയോ സൂപ്പർ, അത് സൂപ്പർ, അത് സൂപ്പർ പിന്നെ ആയിട്ടുണ്ട്. താഴോട്ട് വന്ന് റേഡിയോയുടെ സൈസ് കണ്ടോ, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. Wow, that's so cool. പിന്നെ കേട്ടോ മൂവ് റേഡിയോ ഉണ്ടോ, അത് ക്ലിക്ക് കഴിഞ്ഞാൽ റേഡിയോ നീക്കാം, എവിടെ വേണേലും വെക്കാം. Wow, nice. അതിന്റെ അടിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ കണ്ടോ, നടന്നോണ്ട് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, വന്ന് കേറിയപ്പോ തന്നെ ഐശ്വര്യാണല്ലോ. എടാ നീയൊക്കെ എന്റെ അടുത്ത് റേഡിയോയിലൊന്നും ഹായ് പോലും പറയാതെ നേരെ പറയണത് അടിയായിട്ടാണ് എന്റെ അടുത്ത്. ഹലോ, അണ്ണാ ചേച്ചിയുടെ അടിയായിരുന്നു അണ്ണാ. പോയി മുതുകിന്റെ മണ്ടയ്ക്കോട്ട് പോയി അവന്മാര്. എവിടെ എവിടാ? അവന്മാര് ഏസിന് വണ്ടിയുടെ മണ്ടയ്ക്കോട്ട് അവൻ പോയി മുങ്ങി. അപ്പാ റേഡിയോ അടിയായി അടിയായി. അപ്പാ ചിലപ്പോ ഇനി ആളെ അവര് പോയെന്ന് അടിയായില്ല. പിടിച്ചടിക്കാം. ആ അതാണ് എന്തായാലും അടിയായില്ല. ലൂപ്പിൽ പെട്ട് നമ്മൾ. ഇതെന്താ, ഇത് സോൾവ് ആയതല്ലേ വീണ്ടും? ഒരു 100ഓളം പേരുണ്ട്. അല്ല ഇതെന്താണ് സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്? എന്നെ തെല്ലാൻ വന്നേലടാ. വണ്ടി എടുക്കണോ? വണ്ടി എടു. നിക്ക് അടിയായോ? എടാ എന്തൊരു കഷ്ടം. അപ്പൊ ഒരു വണ്ടി എടുത്തോ പാപ്പാ. ആ വണ്ടി എടുത്താ നമ്മൾ എത്ര പേരുണ്ട്? നമ്മള് 14 പേരുണ്ട്. എടാ ചന്ദ്രബോസെ ഉള്ള തുണിയും പറ്റി ചട്ടിയൊക്കെ പട്ടിക്കൂടെ അടി പോയെന്ന് വാങ്ങോട്ട്. ഇവിടെ വിമാനം വരണ്ടേ? എവലുണ്ട്? എടാ കേറാ. എന്തൊക്കെ തരം ആൾക്കാർ. ഹലോ കത്തിയെന്ന് തോന്നുന്നു. അവിടെ POV ഓണാക്കാൻ പോയേക്കുവാ. എന്താ ഇതൊക്കെ ജുഗുരല്ലേ? ഇത് ഫുള്ളാ പോയിട്ട് ഒരാൾക്ക് കൊടുക്കറ. പോട്ടെ. നമ്മള് പോയി ആദ്യം പോയി അടയാവേ. ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? 5 പേര് വേണം ഫ്രണ്ട് നിൽക്കാൻ. 5 പേരുടെ ആവശ്യമല്ല, ഒറ്റയ്ക്ക് പോയി കയറാൻ ഞാനെത്താ. പട്ടിനൊന്നുമല്ല 10 പേരത്. 14 പേരുടെ അടക്കോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കയറാം. പണ്ട് PUBG കളിക്കുമ്പോ തൊട്ട് എനിക്ക് അനാവശ്യ കോൺഫിഡൻസ് തന്ന് എന്റെ ഫ്രണ്ട് റൂമിൽ കയറ്റി ഉറക്കണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ പക്ഷെ പറഞ്ഞെത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാൻ. സോൾവ് ആക്കണം ബ്രോ, ഡെയിലി ഇത് സോൾവ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താണിത്? ഇതെന്താ ഇഷ്യൂ നോക്കണ്ടേ? ലക്ഷ്മേനിയന്മാർ ഇതാരാ? അത് സ്റ്റീവ്. എവിടെ ആണെന്ന് പറഞ്ഞേ? ഒരു രക്ഷട്ടോ. പോയെന്തോന്ന് വാ തപ്പ. അല്ല ഇപ്പൊ എന്താ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞടാ? സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞേ? ഹലോ, ഇവൻ വന്നിട്ടാണ് നമ്മളവിടെ നിക്കുവായിരുന്നു വണ്ടി. ഇവ പയ്യെ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇവൻ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആദ്യം. എന്നിട്ട് ബാക്കിൽ നിന്ന് വന്നിട്ട് ഇവൻ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് എന്നെ വീഡിയോ ആക്കി. ഞാൻ ബ്രോ ഇത് ഇടിക്കേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചാൽ കൊണക്കേണ്ട ആവശ്യം എന്താന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കൊണക്കെ നീ ആരാന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് എന്റെ അടുത്ത് പറഞ്ഞ നീ പോണ കണ്ടീന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് അപ്പോഴാ അടിച്ച മുടി. കത്തി നിന്നോ ബാല പറയുന്ന പോലെ തോന്നി. ഇല്ല എനിക്കിഷ്ടമില്ല. എനിക്ക് എനിക്ക് ആരും കണ്ടുകൂടട്ടെ. അവര് ടീച്ചറെ വണ്ടി എടുത്തോണ്ട് അവന്മാര് പോയടാ ഇവിടുന്ന് രക്ഷപ്പെട്ടോ അവന്മാര്. ഇവിടെ മുതുക്കിൽ ആരൊക്കെ ഇവിടെ തല്ലുന്നല്ലോ? ഈ ചന്ദ്രനെ വല്ലോണം എടുത്തിട്ട് അടിക്കുന്നേ? 5 പേര് ചേർന്ന് തല്ലുന്നു. ചന്ദ്രനെ എന്താ തോന്നുന്നു? ഹലോ ചന്ദ്ര, അപ്പൊ ആരെ ഇടിച്ചു? 15 ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയി. നിങ്ങളൊന്ന് സെറ്റ് ആവോ? എന്നാ ബാക്കിയുള്ളവരൊന്നും സെറ്റ് ആവോ? ഞാൻ ഗ്യാങ് ഡ്രസ് അല്ല. അപ്പന്റെ ബാഗ് ഉണ്ട്. അപ്പന്റെ ബാഗ് എല്ലാരും സെറ്റ് ആയി വണ്ടി എടുത്തും സെറ്റ് ആയി. ഞാൻ ഇവിടെ ഉണ്ട്.
എടാ ഞാൻ ഈ F8 എടുത്തിട്ട് എന്നൊക്കെ ആ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അന്നൊക്കെ എനിക്ക് മുട്ടം PL വരും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അതാണോ ഡീഡോസ്, അത് വെച്ചിട്ടാണോ ഇവര് ഡീഡോസ് അടിക്കണത്? ബ്രോ അർജന്റീന ഫാനാണോ? എന്താ പരിപാടി? ഇതാണ് മീശ അടിച്ചു ഞാനാണോ അതിന്റെ അടുത്ത് സിറ്റുവേഷൻ ആയില്ലേ? ഞാനല്ലോ സിറ്റുവേഷൻ എടുത്ത് ഞാൻ അപ്പാപ്പന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ലക്ഷം പോയി അണ്ണനുണ്ട് ജീവനോടെ നമ്മളെ മനസ്സിലേ കഫേല് കേറിട്ടെ കാഫി പറഞ്ഞ് കുത്തിന് പിടിച്ച് അവിടുത്തെ ബാഗിൽ ചവിട്ടി കയറ്റി കാശ് വെച്ചോണ്ടിരിക്കുന്നു. അപ്പല്ലേ പറഞ്ഞ വേറെന്ന് അപ്പൊ തന്നെ ഊരടിച്ച് വന്നില്ല നമ്മള് പൈസ ഇപ്പൊ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഊരി കളയുന്നതിലാണ്. എന്തൊക്കെയുണ്ടാ സുഖാണോ? പിന്നെ പരമസുഖം. നീ പൂളി കിടക്കുന്നുണ്ടേ പിന്നെ ഇപ്പഴ ആരെ പൂളി പൂളൂലല്ല നമ്മളുള്ള സിറ്റുവേഷൻ ആയില്ലേ? റൊണാൾഡോയുടെ തലയിലുള്ള കൊള്ളണം. ഇപ്പൊ ഇവിടെ കത്തിക്കല്ലേ എടുത്തിട്ട് റേഡിയോയിൽ ലക്ഷ്മി അമ്മാൾ ഇത് ഓട്ടോപ്പേടാ അക്കോട്ടിൽ തിരിച്ചു ചോദിക്കില്ലേ? അണ്ണാ ഇതിപ്പോ എന്ത് വള്ളി എന്താ പുള്ളിക്ക് ഇതിനും വിതരണം ചെയ്തിട്ടില്ല. അടി പൊട്ടുവാണെങ്കിലൊക്കെ എന്നെ ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കുള്ളൂ. അതുകൊണ്ട് എന്നെ വല്ല 3-4 പേര് കൺഫേം ചെയ്താൽ ഞാൻ ഫിയർ കാണിക്കൂലോട്ടാ. പെട്ടെന്ന് വന്നോണേ. ഇവന്മാർ എന്റെ അകത്ത് ഒരു മാസമാണ് അളിയാ. 4 പേരൊന്ന് കൺഫേം ചെയ്താൽ കുഴപ്പമില്ല. 3 പേരാണ് ഞാൻ തല്ലും ഉറപ്പാണ്. ഇത് കാർലോ അല്ലേ? കാർലോ ഹലോ ഹലോ നീല നീല എവിടെ? ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഗ്യാങ് പ്രസിഡന്റ് നോക്കൂല. അന്നേരം തന്നെ വലിച്ചൂരി വരത്തില്ല നമ്മള്. നീ ഇവിടെ കാല് കുത്തിയപ്പോഴേ എന്തോ ഒരു പോക്കത്തരം കാണിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ്? ചന്ദ്രനല്ലേ? നിന്റെ ആരോട് ചന്ദ്രൻ ഫുൾ നീ ഗ്യാങ്സിലോട്ട് കയറുന്നല്ലേ? ആർക്ക് അവനെ ഉണ്ടാകുള്ള പോക്കത്തരം കാണിക്കാനും നിന്റെ കൂടെ, അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നു? വേറെ ആരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്ത് കഥയാണ് പറയണേ ചന്ദ്രൻ? എനിക്ക് മനസ്സിലാവില്ല എന്ത് ഉണ്ടായിരുന്നല്ലാണ് ഇതാരടാ? ശീവ പയ്യവാടാ. ചന്ദ്രാളി എന്നാരോ? നീ വേണ്ട തുറന്ന അടിക്കണ അടിക്കണ അവനടിക്കണ. അന്നത് ഇന്നോട്ട് ഇതാരാ പാപ്പാ? ഇത് അപ്പാപ്പനാ? അല്ല ഇതാരാ ജുഗുറു? അണ്ണന് വിഷമ ഒരു ഫോട്ടോ ഉണ്ട്.
കമ്മിറ്റഡ് ആയോ? അപ്പൊ കൂടെ ഇവനോടെ ജിഗ്രോന്റെ പ്രസവം ഉണ്ട്. ജുഗ്രുവിന്റെ പ്രസവോ? ഞാനാണ് പ്രസവം എടുക്കുന്നത്. വളരെ ഇതായിട്ട് വരാൻ പ്രാർത്ഥിക്കണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അകത്ത് ഈ മോബി കേറിയിട്ട് മറ്റേ ഇതെന്തോ ഓണാക്കിയിട്ടുണ്ട്. എടാ ഇതിനകത്ത് ഭയങ്കര മോശം ബ്ലർ ഭയങ്കരമായിട്ട്. ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഗൈസ് നിങ്ങക്ക് ബ്ലർ ആവുന്നില്ലേ? എന്നാ സബ് മിസ്സായി. ആരുടെ സബ് മിസ്സായത്? ജർമ്മൻ കണ്ണാപ്പി. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ് ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ എന്റെ 2-3 ലൈവില് 650 രൂപ വെച്ച് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതായത് ഗെയിമിംഗ് റൂം പണിയുമല്ലേ, ഒന്നാമത്തെ കാര്യം ഗെയിമിംഗ് റൂം പണിയുക. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 1800-2000 രൂപ ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അണ്ണാ ഞാൻ സബ്ബായിട്ട് കുറച്ച് മെമ്പർഷിപ്പ് എടുത്തായിരുന്നു, 100-ലധികം എന്ന് പറയും. മനസ്സിലായ? എന്നിട്ട് എല്ലാം കൂടെ കണക്ക് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റൂലല്ലോ. പറഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് ലാസ്റ്റ് സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. 2000 രൂപ വന്നിട്ട് 60,000 രൂപ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു സംശയവും ഇല്ല. ഇല്ല ഒന്നും പറയില്ല ഇപ്പഴാ പറഞ്ഞത്. സുദീപ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി 5 വീക്ക് മെമ്പർഷിപ്പ് അഗൈൻ. സുദീപ് ബ്രോ ഇത് ആരാണ് പുതിയ ഡൊണേറ്റ്? ഓ പറടാ, അടുത്ത ആഴ്ച നമ്മുടെ എലിയുടെയും ചിമ്പുക്കുരങ്ങന്റെയും കല്യാണമാണ് സിറ്റിയില്. സന്തോഷ വാർത്ത. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അവര് മൃഗങ്ങളുടെ യൂണിവേഴ്സ് എന്തിനാണ് നമ്മൾ അതിനകത്ത് ഇറങ്ങുന്നത്? എലി, കുരങ്ങൻ, കൊക്ക്, കൊളയട്ട, അങ്ങനത്തെ കുറെ സാധനങ്ങളല്ലേ. അത് അങ്ങനെയൊക്കെ അടിയെന്നൊക്കെ പറഞ്ഞു വരുമ്പോ എനിക്ക് അടിക്കണം, എനിക്ക് അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റർ നിൽക്കാവില്ല. എനിക്ക് പോസ്റ്റർ നിൽക്കാവില്ല. അങ്ങനെ നീ ഒരു കാര്യം ചെയ്ത് മുതുക്കി ചെപ്പോ ആരെങ്കിലും തല്ലി സസ്പെൻഷനും മേടിച്ച് വെളിയിലിരി. പറയടാ, ഇവിടെ പണിയൊന്നും ഇല്ലാണ്ട പണിയെടുക്കാനായിട്ട്. ഇതാര് സക്കീറാണോ? ഓ ഞാൻ തന്നെ. പണിയില്ല ഇവിടെ? ഇല്ല പണിയില്ല, പൈസ ഇല്ല. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള പണി. 6 മണി തൊട്ട് 6 മണി വരെ ഇല്ലേ? 6 മണി തൊട്ട് 6 മണി വരെ വരണം. അല്ല മെയിൻ പണിയൊക്കെ എടുത്ത് കളഞ്ഞു വേണ്ട. ഇല്ലില്ല ചേച്ചി വന്ന് രാവിലെ 6 മണി തൊട്ട് ഗ്രൈൻഡിങ് ഇല്ല ഇറ്റാച്ച്. അല്ല ഞാൻ 6 മണിയാകുമ്പോ എല്ലാം ഒരു മാസവനെ വൈകിട്ട് 6 മണി വരെ ഉണ്ട്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാല് നീയൊക്കെ ഗ്രൈൻഡിങ് പറ്റും. വേറെ ഇവിടെ ഉള്ള ബാക്കിയുള്ള ജോബുകൾ ചെയ്യണം. ആ ജോബ് പണിയെടുത്തില്ലേ? ഒരു 8 മണി വരെ ആക്കോ അത് കാര്യങ്ങൾ. ഇവിടെ ടിജയിലുള്ളവര് പറയുന്നത് TV8 സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ തോണായ ഇതാ കേട്ടെ കേറണ ഇല്ല സിറ്റുവേഷനാ. അതിന്റെ ഇടയ്ക്ക് നിന്നെ അടുത്ത സസ്പെൻഷനാ. നമുക്ക് ഞാൻ അറിയാമട്ടെ, അവർക്ക് നമ്മളെയാണ് അറിയാത്തത്, നമുക്ക് അവരെ അറിയാം. അവൻ ഗ്യാങ്ക്രസ് വിട്ടിട്ട് അവൻ കൊണത്തെ അപ്പാ ഈ മോഷൻ ബ്ലർ കുറയ്ക്കാൻ ഏതായിരുന്നു സെറ്റിംഗ്? വെരി ഹൈ. ഓടി വരിയത് അടിയെന്ന് പറഞ്ഞപ്പോ ഓടി വന്നാലേ ഞാൻ നോർമൽ. ഇപ്പൊ ഓക്കെ നോക്കി, ഇപ്പൊ ഓക്കെ അല്ലേ? ഇതെന്താ പേര്? ചന്തിമുക്ക. ഇതൊക്കെ ഏത് ജംഗ്ഷൻ? അമ്പത്തൂര് ചന്തിയൂര് അല്ല ഒരു ഫൈറ്റ് സിറ്റുവേഷനിൽ അമ്പത്തൂര് തുണിയൂര് ചന്തി കാണിച്ച് ഓടിയൊരു സ്ഥലമില്ലേ? അത് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ചന്തിമുക്കം. അത് എവിടെയായിട്ട് വരും?
അത് എവിടെ ആയിട്ട് കുറച്ച് മണ്ടയിലോട്ട് പോയാൽ മതി. അങ്ങനെയാണ് എന്നെ ചന്തിമുക്കെന്ന് പേര് ഒരു മിനിറ്റ്, ഒരു അർജന്റ് കോള് വരുന്നേ. TG എന്നാന്ന് തോന്നുന്നു, ഒരു സെക്കൻഡ്. ഹലോ ഹലോ, പറ സാനിയ. സുഖാണോ? സുഖം, സാനിയ സുഖല്ലേ? എത്ര നാളെ കണ്ടിട്ട് അന്ന് പോയാ? അതെന്താന്ന് വെച്ചാൽ സാനിയ ഉണ്ടല്ലോ, എനിക്ക് ഈ സിറ്റിയിൽ വരാൻ വേണ്ടിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടേ. ആണോ? ഞാൻ ഈ സിറ്റി വരുന്നത് കുറെ ആൾക്കാർക്ക് കണ്ടുകൂടാ. ഞാൻ ഈ സിറ്റിയിൽ വരുവാന്ന് പറഞ്ഞ് ഇടുമ്പോഴേ നാട്ടുകാരെല്ലാം പ്രാഗി തുപ്പി എന്നെ എറിയും. അണ്ണനോട് ഇങ്ങനെ എന്നോട് എനിക്കത് പേഴ്സണലി വിഷമമായി തുടങ്ങിയേ. നമ്മള് കാരണം ബാക്കിയുള്ളവർക്കൂടെ ഉപദ്രവമാവോ എന്ന് പറയുമ്പോ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. പിന്നല്ലാതെ അതെനിക്ക് അറിഞ്ഞൂടെ സാരിയ. എവിടെ എന്താ പരിപാടി? ഞാൻ മുതുക്കില് ചുമ്മാ ഇങ്ങനെ നിക്കുന്ന കാറ്റൊക്കെ. അണ്ണനോ? ഞാൻ ഇവിടെ മുതുക്കിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പയ്യ റിപ്പയറിന്റെ അവിടെ വന്നാൽ ഞാൻ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. വാറിന്റെ ഇടയ്ക്കാണ്, എന്നാലും ഒന്ന് സംസാരിക്കാം. ഓ വരണ്ടോ? ഓ ഞാൻ വരാം. പയ്യ റിപ്പയറിന്റെ അവിടെ വാ, ഞാൻ എന്തേലും പറഞ്ഞോട്ട് വരാം. ഓക്കെ, ഞാൻ വരുന്നു. ഓക്കെ. ഹലോ കേക്കാവോ? കത്തിപ്പോയോ? ഹലോ. ഞാനോർത്ത് എന്താ അപ്പൊ നമ്മളൊരു വണ്ടിയിലല്ലേ വന്നത്? ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മള് തൂക്കിക്കൊണ്ട് പോകില്ലേ വണ്ടിയില്ലാതെ? കടലിൽ നീന്തത്തില്ലേ? ബാക്കി കടലല്ലേ എങ്ങനെയാണെങ്കിലും രക്ഷപ്പെട്ടോളും പണ്ടോട്ടെ. നമുക്കല്ലേ നമ്മള് സേഫാ, മനസ്സിലായോ? ഇവിടെ കൊണ്ടുപോകത്തുള്ളൂ. എടാ നമ്മൾ ഇപ്പോഴും 17 പേരേ ഉള്ളോ? ഒരാളൂടോ? ആ സൂപ്പർ. അപ്പൊ ഈ 17 പേരെ വെച്ചിട്ടാണ് സിറ്റുവേഷൻ എടുക്കാൻ പോണത് നിങ്ങള്? എടാ ബാല, നമ്മൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് കളിക്കേണ്ട സാധനം ഇനിഷ്യലാ. ഇവിടുത്തെ ഇനീഷ്യല് മറ്റേ 25 അല്ലാട്ടാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകാന്ന് പറയണതാണ് ഏറ്റവും മോശവും കഴിയും. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ പ്രീവാർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ടീച്ചറെ എവിടെയെങ്കിലും കാണാനെ പിടിച്ചിട്ട് അടിച്ച് കൊണ്ടുപോകാം. അതായിരിക്കും വെറുതെ അടിക്കാൻ പറ്റുമോ? കുറച്ചിട്ട് പോയില്ലേ? ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യും. വണ്ടി എടുത്ത് സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ഒരു സെറ്റ് ആൾക്കാർ പോയായിരുന്നല്ലോ. എടാ വണ്ടി എടുത്തിട്ട് വരുമോ? നമ്മള് വണ്ടി എടുത്ത എന്റെ വണ്ടിയിൽ ആളെ കേറാൻ പറ ബ്രോ. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കേറാൻ പറഞ്ഞിട്ടുണ്ട്. എടാ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞടാ കേറാൻ പറഞ്ഞടാ. അവന്റെ പേര് ലൂഫി TJ. പക്ഷേ ലൂഫി വരുമല്ലോ. ഒരേ കാതാണ്. അപ്പൊ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്തിട്ടാ വരുന്നേ. ഹലോ. നമ്മളിങ്ങനെ പറയാണ അണ്ണാ, ഈ റൊണാൾഡിനോടെ കൂടെ എന്തുകൊണ്ട് അണ്ണന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവിടെ ഫുട്ബോളിന്റെ പിന്നല്ലേ? എന്തുകൊണ്ട് നമ്മുടെ അണ്ണന്റെ ഫോട്ടോ വെച്ച് നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കണോ? ഇത് ആരാണ് വണ്ടി നിർത്തിയിട്ടേക്കുവാണോ അതോ പൊക്കോണ്ടിരിക്കുവാണോ? ഇല്ല, അണ്ണ സേഫാ. അണ്ണ ഈ വണ്ടി ക്രിക്കറ്റ് അല്ലേ അണ്ണ? ക്രിക്കറ്റ് അല്ലേ? സച്ചിന്റെ ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അണ്ണൻ കൂടെ അടുത്ത് നിന്നേനെ. നിനക്കൊക്കെ എന്താണ് പ്രശ്നം? അണ്ണ മെസ്സിയുടെ എങ്ങനെ 2 ട്രോഫി വന്നാ? റൊണാൾഡോയുടെ കയ്യിലില്ല. റൊണാൾഡിനോ അല്ലടാ, റൊണാൾഡോ ആണത്. റൊണാൾഡോ വേറെ ആൾക്കാരാ. പഴയ പ്ലെയറാ. അതൊക്കെ അറിയാലേ. കോച്ചാണ് റൊണാൾഡിനോട്. റൊണാൾഡിനോട് പേര് വന്നപ്പോ കോച്ചിന് ഇൻസ്പയർഡ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അല്ലടാ അളിയനോ രണ്ടുപേരും കുടുംബത്തില് അളിയനായിരുന്നു. ചന്ദ്ര അളിയനായിരുന്നു. ഓരോ തീട്ടങ്ങളെ കൊണ്ട്
എന്തിനൊക്കെ പറയാനാ. എടാ എനിക്ക് എന്നാലും ബേസിക് ഈ കാര്യമൊക്കെ അറിയാടാ. എടാ എനിക്ക് ഈ കാര്യമൊക്കെ അറിയാം. ഇപ്പൊ ഇത്ര പൊട്ടറല്ലടാ ഞാൻ എന്തായാലും. ഇതില് 6 ഒക്കെ ഉണ്ടാളിയാ. ഹലോ എന്തിട്ട് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോയി. എവിടെ കണ്ടില്ല. വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ കണ്ട. ഹലോ ഹലോ അവന്മാര് കറക്റ്റ് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് വന്നോണ്ടാണ്. അഥവാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുവാണെങ്കിൽ ഒന്നും മിണ്ടല്ലേ, ഒന്നും മിണ്ടാ നിക്കല്ലേ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാ വണ്ടിക്കകത്തിരിക്കുന്നത്. മനസ്സിലായി. പോവാം. ഹലോ കുട്ടി അണ്ണാ അണ്ണാ പോവാം. വണ്ടി വിട്ടോ. ആളുണ്ടെങ്കിൽ ആളുണ്ടോ അടിച്ചു കൊല്ലോ, ഒന്നെങ്കിൽ അടിച്ചു കൊല്ലേ. ചുമ്മാ നീ പെട്ടടിക്കുന്നല്ലേ? എടാ ഇവനൊക്കെ ഏതാടാ ഈ വണ്ടി? ഇത് ആരാടാ? കത്തിലാണ് കണ്ണി തല എടാ ഇത് എന്താ ഇത് സിറ്റുവേഷൻ ആക്കാനാണ് അവൻ കൈപൊക്കി നിൽക്കുന്നത്. അവൻ കോൾ കൊടുക്കുന്നത്. ഹലോ എല്ലാരും കൂടി ഇവിടെ എത്തുവേ. 23 PL അതാണ് പ്രശ്നം. ഇത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. അല്ല വാസന അറിയാൻപെട്ടെ അപ്പമാർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമോ? അമ്മാറ വണ്ടി എത്തി ഇവിടെ. അമ്മാറ അടുത്ത വണ്ടി എത്തി. എടാ ഇത് അടിക്കുവാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. പറ നീയൊക്കെ പിന്നെ എന്തെടുത്തോണ്ടിരിക്കണ? ഞങ്ങൾ പൊട്ടനെ പോലെ നിൽക്കുന്ന പിന്നെ എന്തിനാ? അണ്ണാ ഇവര് സംസാരിക്കാൻ എനിക്ക് ഞാൻ അടിച്ചില്ല. എടാ ഈ PL ഉള്ള സമയത്ത് പയ്യെ വാടാ, അല്ലെ കത്തുവാടാ. നീകൾ റോഡിലില്ലെന്ന് എനിക്ക് അറിയാൻ ബ്രോ. ആരാടാ? എടാ വണ്ടി കൊണ്ടുവരാതടാ ചില്ലാവടാ കോച്ച്. അല്ലല്ല നമ്മുടെ വണ്ടി പറന്നു വന്നാ. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ അല്ലേ? ഡസ്റ്റർ എടുക്കുമ്പോൾ മാത്രമാണോ? എടാ ഞാൻ പറഞ്ഞേ, ഞാൻ എന്റെ ചാറ്റിൽ ഓൾറെഡി പറഞ്ഞേ ഗൈസ്. മറ്റേ ഡസ്റ്റർ ഒരു പ്ലെയറിനെ മാത്രം പൊക്കിക്കൊണ്ട് വന്നാൽ ഞാൻ അടിച്ച് തുപ്പിത്തരെയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ 2-3 ദിവസം റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായ? നീയൊക്കെ മറ്റേ ഫാനിസം കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ? TV-ക്കകത്തോട്ട് ഇവിടെ കൊണ്ടുവന്നോണ്ടല്ലോ. വെള്ളം ഞാൻ വിളിച്ചു പറയും. ഡെസ്ട്രോയ്ക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കണ്ട. ഡെസ്ട്രോ TV കളിക്കുന്ന TVയുടെ പ്ലെയറാ. അവനോട് ഞാൻ നോക്കിക്കോളാം. നീ എന്റെ അടുത്ത് മറ്റേ ഡെസ്ട്രോയെ താങ്ങിക്കൊണ്ട് വരണം എന്റെ അടുത്ത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മറ്റേ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിന് 100 ഇടാൻ വേറെ കുറെ എണ്ണം. അങ്ങനെയാണ് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഇതാക്കിയാൽ മതി. നീ ഇവിടെ ഒന്ന് പറയണ്ട എന്നോട് വെക്കണമെന്ന്. ഇതിപ്പോ 2-3 ദിവസമായിട്ട് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂസ് വരുന്നോണ്ടാണ് TG ആയിട്ട് ഇനി സിറ്റുവേഷൻ വന്ന് എനിക്ക് ഓരോന്ന് ഡ്രോപ്പ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞോണ്ടാണ് എടുക്കാന്ന് പറഞ്ഞത്. അത് അൺവാണ്ടഡ് ആണോ ഇല്ലയോ എന്ന് ഞാൻ നോക്കുന്നല്ല ഇപ്പൊ. ഇല്ലടാ ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇതാരും VC-യിലാണോ നീ? ഞാൻ സിറ്റിയിലുണ്ട്. 28 PL. ഇന്നിപ്പോ എന്തോ സ്നൈപ്പിന്റെ അടുത്ത് എന്തോ റോഗാന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തില് ചോദിക്കോ ഒന്ന് പുള്ളി ഉണ്ടോ ഇവിടെ?
ചന്ദ്ര കളയാറായില്ലേ? ഡ്രസ് വെച്ചേക്കില്ലേ? ചന്ദ്ര 2-3 ദിവസമായെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സിറ്റുവേഷൻ എടുക്കുന്നു ഡ്രോപ്പ് ആക്കുന്നു. ഇത് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ഇന്ന് അടിക്കാന്ന് പറഞ്ഞ, അല്ലാതെ ഇതെന്നല്ല എത്ര എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യുന്നേ. സോൾവ് അല്ല, നമ്മളായിട്ട് ഇപ്പൊ അവര് നിക്കുന്നുണ്ടാ ഇങ്ങനൊന്നും ഇങ്ങനൊന്നും അടിക്കേണ്ടത് ഞാൻ പറയത്തുള്ളൂ. ഇതെന്തിനാണ്? എടാ ഞാൻ എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല ചന്ദ്ര, എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല. ഞാൻ ഇത് 3 ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ വന്നോണ്ടിരിക്കുക. തീരുന്നെങ്കിൽ സിറ്റുവേഷൻ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെന്നാ പറഞ്ഞേ. എടാ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ കുറച്ചുപേര് മര്യാദയ്ക്ക് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവന്മാരും ഇവിടുത്തെ അവന്മാരും എല്ലാവന്മാരും ഒരുപോലെ സംസാരിക്കണം എന്നില്ല ചന്ദ്ര. അതാണ് വേറൊരു പ്രശ്നം. എന്റെ അടുത്ത് അവൻ മര്യാദയ്ക്ക് സംസാരിക്കണേ, നിന്റെ അടുത്തോ മര്യാദയ്ക്ക് സംസാരിച്ചേ. അതുപോലെ ബാക്കിയുള്ളതിനകത്ത് ഈ പിള്ളേർ സെറ്റിനകത്ത് കുറച്ച് പേര് അവരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നു, ഇവന്മാരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നു. അതാണ് പ്രശ്നം. അതിന് ഞാൻ ആരെ പറഞ്ഞ് നന്നാക്കണം? അണ്ണാ ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, നമ്മളിപ്പോ അവിടെ പോയി ഇന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്ന് നിന്ന് അപ്പൊ നമ്മള് സംസാരിച്ചു അവരൊരു പ്രശ്നം. അപ്പൊ ഈ വണ്ടി എടുത്തവന്മാര് എടാ അതാ പറഞ്ഞ വഴി എടുത്തവന്മാര് കത്തിപ്പോയി, അവന്മാര് വന്ന് സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞത്. അതെ അവിടെ വന്ന് ഞാൻ വന്ന് എനിക്ക് തിമരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പായി. അത് കഴിഞ്ഞിട്ട് UP വന്നിട്ട് എന്നെ വണ്ടി എന്നെ വന്ന് ഇടിച്ചു. ഇവിടെയും പ്രശ്നം എന്താണിത്? നിങ്ങൾക്ക് 2 പ്രശ്നമല്ലോ. വാസു എനിക്കൊരു ഡൗട്ട്. ഗ്രൈൻഡ് ചെയ്ത് ഓക്കെ പിന്നെ സംസാരിക്കാം കോച്ച്, പിന്നെ സംസാരിക്കാം കോച്ച്. വാങ്ങോട്ട് ഗ്രൈൻഡ് വേറെന്താ സിറ്റുവേഷൻ? എന്താ ഇവിടെ മേളിലെന്താ വേറെ സിറ്റുവേഷൻ? அவங்களுக்கு மேக்கோட ஏதோ பிரச்சனை. அது விட സംസാരിക്കും. അവര് പോയി. അവര് പോയിട്ട് വരട്ടെ. അവര് നോക്കിട്ട് വരട്ടെ. ഹലോ. പറഞ്ഞോ. അതെ ചെറിയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ സംസാരിക്കാം. വാസം ഉണ്ടോ? ഞാൻ പറഞ്ഞു വാസ്തു. ജോസട്ടി ജോസട്ടി 2-3 ദിവസമായിട്ട് പ്രശ്നം. ജോസട്ടി ആരൊക്കെ ഒരിടത്ത് സോൾവ് ആക്കുമ്പോ അടുത്തടുത്ത് പ്രശ്നമാകും. അതല്ലേ പ്രശ്നം. ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞ് ഇത് അടുത്തത്. അതേ പറഞ്ഞേ. അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും ഇതാക്കിയിട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ സിറ്റുവേഷൻ ഈ ആഴ്ച. അതാണ് ഞാൻ ഇങ്ങനെ നോക്കണത്. അതാണ് പ്രശ്നം. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ചോദിച്ചതൊക്കെ തീർക്കാം. അടിച്ചൊക്കെ തീർത്താലോ? എടാ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ റേഡിയോയിലെടാ. ആർക്കടാ പ്രശ്നം? എന്താ സിറ്റുവേഷൻ വെച്ചാൽ സംസാരിക്കടാ. എടാ ഇത് ഞങ്ങളുടെ അടുത്ത് ആരുടെ ഗുണ പറയാതെ ഞങ്ങൾ എന്ത് പറയാനാടാ? എനിക്ക് സിറ്റുവേഷൻ എന്തോന്ന് പോലും അറിഞ്ഞൂടാ. എനിക്കിപ്പോ പോകും. അതായത് ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ സാവേജും ഞാനും സ്നൈപ്പ് വരുന്ന അവിടെ നിന്ന്. എന്നിട്ട് എന്താ പറയാ ഈ ടീച്ചറുള്ള മെമ്പർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മള് വണ്ടി ഇടിച്ചായിരുന്നു. ഇത് വെറുതെ തലക്കകത്തോട്ട് കൊണ്ട് കേറ്റി തരുന്നേ. ഇവിടെ കല്ല് നിൽക്കുന്നുള്ളൂ. അണ്ണാ ഹലോ കേക്കാവോ? ഹലോ പറ. അണ്ണാ സിറ്റുവേഷൻ എന്ന് വെച്ചാ നമ്മൾ ഓൾറെഡി ഇവനെ കണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ച് വിട്ട് എന്നിട്ട് നമ്മ ഫ്രണ്ടിലോട്ട് പോയി, ഞാനും നെല്ലിന് സ്നൈപ്പും. അപ്പൊ ഇവൻ വണ്ടി വന്ന് ഇടിച്ചിട്ട് ലൈക്ക് എന്താ വീഡിയോ കിട്ടി. എന്നിട്ട് അവൻ സോറി പോലും പറഞ്ഞില്ല. അങ്ങനെ സംസാരമായി. ഇവൻ ലാസ്റ്റ് പോടാ എന്തോ കണ്ടീന്ന് വിളിച്ചിട്ട് അവൻ പോയി. ഇതിപ്പോ സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങൾ ആരും സംസാരിക്കാതെ ഞാനിത് എന്തോന്ന് അറിയാതെ ഞാൻ ഇവിടെ പോയി നിൽക്കുക. അവന്മാരാണ് എന്റെ അടുത്ത്
അവന്മാരാണെ മേളിൽ സിറ്റുവേഷൻ പറഞ്ഞു പോയി, നമ്മളാണെ പറയുന്ന കേൾക്കുന്നുമില്ല. എടാ ഞങ്ങളിതാ ഇത്ര നേരം നിന്ന് സംസാരിക്കില്ലായിരുന്നു ഇവിടെ. അവന്മാർക്ക് അതില് അങ്ങനെ അവന്മാരിലെ കണ്ടിന്ന് പറയാൻ ഇതാക്കിന്ന് പറഞ്ഞേ. അപ്പത്തേക്ക് അവന്മാർക്ക് അതിലെന്താ പറയുള്ളതെന്ന് ചോദിച്ചിട്ട് ഇതാക്കി വിടാണ്, അടിക്കണ്ടാണ്. ഇതൊക്കെ സിറ്റുവേഷൻ അല്ല, ഈ ശോകം ഇത് എടുത്തിട്ട് എന്തിനുണ്ടാക്കാനാ? ഒരു ഫ്രണ്ട്ലി വാർ പോലെയാണ് എനിക്ക് തോന്നണത് സത്യം സംസാരം കേട്ടപ്പോ. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ചന്ദ്ര, എനിക്ക് അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ അണ്ണന്റെ അടുത്ത് അങ്ങനെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഞാൻ ചന്ദ്ര 2 വാറായിട്ട് ഞാനിത് സോൾവ് ചെയ്ത് വിടുക. ഞാനിത് സോൾവ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഇത് ഓരോ ദിവസം സോൾവ് ചെയ്യുമ്പോ അവിടെ പേടി ഇവിടെ പേടി, എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല ചന്ദ്ര. എനിക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞേ, എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് വിട്ടോണ്ടിരിക്കുക. നമ്മള് അടിക്കണമെങ്കിൽ അടിക്കാന്നാണ് പറഞ്ഞത്. അതിന് സിറ്റുവേഷൻ എടുത്ത് ആർക്കാ പ്രശ്നം എന്ന് വെച്ചാൽ അവര് വന്ന് സംസാരിക്കാൻ പറയുമ്പോ ആരും വരാത്തത് എന്ത് ചെയ്യാൻ പറ്റും? എന്താ കേട്ടില്ല? വന്നിട്ട് സംസാരിക്കാനുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. ചൊറിയായത് മനസ്സിലായി. അപ്പൊ അവനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവ അല്ലാണ്ട് വേറെ ആരും സംസാരിച്ചാലും സ്നൈപ്പ് വന്നിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ അത് ഈ പറയണ പോലെ 2-3 ദിവസം ഇങ്ങനെ സോൾവ് ആക്കി വിട്ടതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. ഈ KVA തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാളെടുത്ത് ആ പ്രോസസ്സിലോട്ട് വരാനെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എടാ എനിക്ക് ഈ 45 പേരെയും അല്ലെങ്കിൽ 40 പേരെയും നിങ്ങൾ ഇവരുടെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കണം. പിന്നെ നമുക്ക് TG അങ്ങനെ ഒരു ഫ്രണ്ട്ലി കാറ്റഗറിയിലുള്ള ഒരു ഗ്യാങ് അല്ല. ഇപ്പൊ കുറച്ച് ദിവസം മര്യാദയ്ക്ക് പോകുന്നോണ്ടാ അത് ഇങ്ങനെ പറഞ്ഞത്. സിറ്റുവേഷൻസ് എന്തായാലും സിറ്റിയിലുള്ള എല്ലാ ഗ്യാങ്ങിനെ പിടിച്ച് ഫ്രണ്ട്ലി ആക്കിയാൽ പിന്നെ എന്ത് ചെയ്യാനാ? നോക്കട്ടെ ഞാൻ അവൻ വന്നിട്ട് നോക്കട്ടെ. പേടിയാണോ അണ്ണ? നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് TVA vs TG എന്ന് അടിച്ചു നോക്കണം. മിനിമം ഒരു 20 സിറ്റുവേഷൻ വരും. ഈ 20 സിറ്റുവേഷനിൽ ഇരുന്ന് വിരലിൽ എണ്ണണം. വിരലെണ്ണിയാൽ നിനക്കത് തികയത്തില്ല. TVയുടെ വിന്ന് വിരലിലെണ്ണിയാൽ തികയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിന്റെ കാലും കൂടെ എടുത്ത് മേളിലോട്ട് ഇങ്ങനെ ടേബിളിലോട്ട് വെക്കണം. ഇങ്ങനെ കാലും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് കാലിൽ ഇങ്ങനെ 11, 12, 13 ഇങ്ങനെ കൗണ്ട് ചെയ്യണം. എന്നാലും ചിലപ്പോൾ ഒരു കാലിലൂടെ തികയുന്നില്ല, 2 കാലെടുത്ത് മേളി വെക്കേണ്ടി വരും TVയുടെ വിന്ന് കൗണ്ട് ചെയ്യാൻ. മനസ്സിലായ? അതാണ് നിന്നോടുള്ള റിപ്ലൈ. അല്ലാതെ പൊട്ടനെ പോലെ പോയി ഇപ്പോൾ അവരെ പോയി ഗണ്ണെടുത്ത് അടിക്കുന്ന അല്ല അതിന്റെ റിപ്ലൈ. മനസ്സിലായ? ഹലോ ബ്രോ, പറ കൊച്ചു പറ. அவங்க ஆக்சுவலி கொம்பனிட்ட இப்ப സംസാരിച്ചോ. പ്രീവാറ എടുക്കത്തേക്ക് റെഡിയാ ഇരിക്കാവ. കോച്ച് അങ്ങനല്ല, വെറുതെ പോയി അടിക്കണതല്ലല്ലോ കോച്ച്. നമുക്ക് കാര്യം സിറ്റുവേഷൻ എന്താന്നൂടെ സംസാരിക്കാം. നമുക്കവിടെ സംസാരിച്ചിട്ട് ഇതാക്കണത് നല്ലത്. അവ സ്നൈപ്പ് എന്താ വെച്ചാൽ വന്നത് ഇതാക്കട്ടെ. ஸ்னைப் வந்துட்டா. இன்னும் ஒரு டவுட் முதல் கேட்டல்ல, நான் பிளாக் மணி கிரைண்ட் செய்து ஓகே, ராபரி எல்லாம் அடிச்சு இப்போ எனக்கு DH கார்டு கிட்டி ஓகே, ட்ரகேஸ் கார்டு. ആ കാർഡ് ഞാൻ സെൽ ചെയ്താ എനിക്ക് ഒരു 40 to 50 crores കിട്ടും. അത് ഞാൻ ഗ്യാങ് ഫണ്ടാ യൂസ് பண்ணலாம்ல? ഇതൊരു തരിപ്പില്ല, അല്ല ഗ്രൈൻഡ് ചെയ്യണം കോച്ച്. ഓക്കേ എന്തിന് എന്താ നിനക്കേ നീ ആരുടെയോ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പിടിച്ചു പറിച്ചോണ്ടിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിനക്ക് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്തിട്ട് തിരിച്ചു പോണം. അവനെ അതല്ല അണ്ണ ഇതൊരു അവൻ തോൾ കഴിട്ട് ക്ലാസ് എന്ത് പ്രശ്നമൊക്കെയാണ് ചോദിക്കുന്നത്. അണ്ണാ അതൊരു സിറ്റുവേഷൻ ആണാ? ഇല്ല എനിക്ക് അത് അപ്പൊ നമ്മൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ചന്ദ്ര, ഇത് നമ്മൾ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അവനോട് മര്യാദക്ക് നിൽക്കുന്നോണ്ടാണ്. ഇവിടെ ബാക്കി മെമ്പേഴ്സ് തമ്മിൽ അങ്ങനെ അല്ലടാ ചന്ദ്ര. അവന്മാർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ നീ എന്താ അടിക്കാതെ നിൽക്കുന്നേ എന്ന് വെച്ചാൽ ഇവന്മാരെ അടിക്കാതെ മാറി നിൽക്കുന്നില്ല. നമ്മൾ അവന്മാരോട് കാണിക്കുന്ന റെസ്പെക്ട് മനസ്സിലായ? അതുപോലെയാണ് ഇപ്പം കൊമ്പനും മറ്റേ ജോസൂട്ടിയൊക്കെ പെട്ടെന്ന് ചാടി കയറി അടിക്കാത്തതും നമ്മൾ ഈ 2-3 സിറ്റുവേഷൻ സോൾവ് ഒക്കെ ചെയ്ത് അവരുടെ കൂടെ മര്യാദക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാ.
അല്ലെങ്കിൽ അവന്മാരും ഇതുപോലെ ചാടി കയറി അടിച്ചേനെ. പക്ഷെ ഈ ബാക്കി ഇതിനകത്ത് ഇപ്പൊ ഇവന്മാരും ബാക്കി അവന്മാർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. 2-3 ദിവസമായിട്ട് ഇത് ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര എന്ന് പറഞ്ഞത് സോൾവ് ചെയ്ത് വിടുന്നേ. ആ സൈപ്പ് ഇപ്പൊ വരുമല്ലോ. അവൻ വരുമ്പോ അവൻ സംസാരിക്കട്ടെ. കാരണം നമ്മളിത് സംസാരിച്ച് സോൾവ് ആക്കി വിട്ടാൽ ഇവിടെ PvP കളിക്കുന്നവന്മാർക്ക് അത് പിന്നെ വീണ്ടും ബാഡാവും. ചോദിച്ചു നോക്കാം. അത്രയ്ക്ക് കഴിമൂത്ത് നിൽക്കുവാണെങ്കിൽ അവന്മാർ 25 പേര് നല്ല അതിനൊക്കെ ഇനി 3 പേരുടെ വന്ന് 25 പേരാവാതെ ഇവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങൂല. അത് ഞാൻ നോക്കിക്കോളാം. അത്രയ്ക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ കളിക്കാൻ ആള് വരണം. ആള് വന്നിട്ടൂടെ ഇറങ്ങിയാൽ മതി. ഫോണൊന്നും എടുത്തണ്ണ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് നോക്കണേ, ഇതൊക്കെ നോക്കണേ. പുതിയ കപ്പിളാ, സിറ്റിത്തെ പുതിയ കപ്പിളാ. അണ്ണ കണ്ടുണ്ടോ? ഓ പുതിയ കപ്പിളാ. ഇത് അടുത്തതേ അത് വിട്. പുതിയ കൊച്ചിനെ ദത്തെടുത്തറിഞ്ഞ തന്ത ചിമ്പും തന്തായിരുന്നൂടാ ഒരു കൊച്ചിനെ. അത് അസൻസിയും പിന്നെ ലച്ചു പിന്നെ ഇനിയാണ് ഇതും പിടിച്ച. ഞാൻ ഈ ലച്ചുവിനെയൊക്കെ ഈ അസൻസിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണോ അതോ നേരത്തെ ഒരു റിലേഷൻഷിപ്പിലാണോ? അല്ലല്ല, ഇവ പിടിയൻ. എന്തൊക്കെയാടാ ഇത് പറയണേ? അതെ ഇവ തരിപ്പൻ. അത് കണ്ടോ, അത് കണ്ടോ അവസാനം അയച്ചത്. ഈ അവസാനം അത് നീല് എസ്റ്ററും. അത് ഇവനാണ് എല്ലാരും തരിപ്പനാക്കുന്നത്. വേറൊരു തരിപ്പനുണ്ട്. ഇത് നോക്കിയേ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. அது நம்மளுக்கு இப்ப புதுசா வந்த பிளேயர்ஸ் അത് കണ്ടായിരുന്നു അണ്ണാ. അവസാനം അയച്ചത് കണ്ടോ? അതാരാ? ഇവിടെ ഇരിക്കുന്ന കോച്ച് അല്ലാണ്ടായി. അത് ഏതാ പെണ്ണ്? അത് മറ്റേ താര. அது பெஸ்ட் ஃப்ரெண்ட். ഞാൻ പറഞ്ഞു പറയാ അത് നമുക്കതാ കറക്റ്റ് ആണ്. ஹலோ அப்படியே அது ചില്ലറക്കഴയല്ലേ, ചില്ലറയല്ലേ. இல்ல அவன் வந்துட்டு திடீர்னு സംസാരിച്ചിട്ട് அப்படின்னு சொன்னான். മെച്ചാണ് നീല്. നീ വില്ലുപോലെ എവിടെയാ ചോദിച്ചു? മെച്ച ബ്രോ ഞാൻ ടിക്കറ്റ് കളിക്കും ബ്രോന്റെ പേര്. അപ്പൊ ഇത് ചെയ്തേ അണ്ണാ കേക്കാവല്ലോ? പറയടാ. അണ്ണ TJ-ക്കാരെ ഇങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ അങ്ങനെ ഒന്നും അല്ല. TJ-യില് ഒരുത്തൻ വന്നിട്ട് ഒരു സിറ്റിസൺ ഡ്രസ് അവൻ വന്നിട്ട് TJ-ന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ബ്രോ ഈ ബ്ലൂ ഡ്രസ് എന്താ അങ്ങനെ ചോദിച്ചിട്ട് TJ-നെ ചൊറയാൻ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ബ്ലൂ ഡ്രസ് കണ്ടിട്ട് മനസ്സിലായില്ലേ TJ എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അതെനിക്കറിയില്ലായിരുന്നു. അത് TJ-ക്കാർ തന്നെ ആയിരുന്നു. അത് സിറ്റിസൺ ആയിട്ട് ഡീപ്പന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയിട്ട് ഇവൻ മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ ഈ സിറ്റിസൺ ആയിട്ട് വന്നു. അവന്റെ പുറകെ പോയപ്പോ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ ഈ TJ-ത്തവൻ നേരെ വന്നിട്ട് എന്റെ വണ്ടിയിൽ ഇടിച്ച് എനിക്ക് വീഡിയോ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവന്റെ കൂടെ ഉള്ളവനല്ലേ, അവനെ ഇടിക്കാൻ വേണ്ടി ചെയ്തതെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു ബ്രോ എന്താ ബ്രോ കാണിക്കണേ, കണ്ണ് കണ്ടൂടെ പിടിച്ച് ഇടിക്കുവട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തിരിച്ച് എന്ന് വെച്ചാൽ സോറി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ തിരിച്ച് എന്റെ അടുത്ത് അതേമാതിരി എന്നെ കൊണച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയി. അത് ലാസ്റ്റ് നീ പോടാ കണ്ടിന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി എടുത്തു പോയി. എന്ന് വെച്ചാൽ ആ സിറ്റിസൺ ആയിട്ട് വന്നത് നമുക്കറിയില്ലായിരുന്നു അത് TJ ആണെന്ന്. അത് അവന്മാര് പറഞ്ഞില്ല. നമ്മള് ചോദിച്ചപ്പോ അവന്മാര് മിണ്ടാണ്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അവനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന് ഇടിച്ചതാന്ന് തോന്നുന്നു നമ്മള്. അല്ലാണ്ട് എനിക്ക് സീനൊന്നുമില്ല. അല്ല ചന്ദ്രു എനിക്ക് എനിക്ക് ആക്കണമെന്നൊന്നുമില്ല. അത് അല്ല അവന്മാരെ നമ്മള് അടിച്ചാണ് വിട്ട അതാവും പോയി. അത് സീനൊന്നുമില്ല. എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ നമുക്ക് തല്ലാൻ മൈൻഡ് ഇല്ലെങ്കിൽ അവന്മാർക്ക് തല്ലി കൊള്ളാനും മൈൻഡ്. അല്ലാണ്ട് അത് അവരിപ്പോ സെറ്റ് അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ അവര് സെറ്റാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. നമ്മള് വെടിവെക്കാൻ വന്നപ്പോ അവര് നിന്ന് കൈവെക്കുമായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ നമുക്ക് വെടിവെക്കാൻ തോന്നൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ. കൈവെക്കുന്ന കാര്യ കാണുന്നത് ഒരു ഗ്യാങ് അത് നമ്മളൊക്കെ എല്ലാരും നിന്നോണ്ടല്ലേ അത്. ഇല്ലല്ല ഒരാൾക്കുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പൊ തന്നെ അല്ലാണ്ടൊന്നും വേണ്ട. അവർക്ക് നമ്മളാണ് അടിച്ചു വിട്ടത്. അവർക്ക് വല്ലതുകൊണ്ട് ഇതാക്കിയത് നമുക്ക് സീനൊന്നുമില്ല. നമ്മളപ്പോ തന്നെ കണ്ണെടുത്ത് അടിച്ചായിരുന്നു. നീ ഇപ്പൊ സിറ്റുവേഷൻ ഇവിടെ ബാഡായെന്ന് പറഞ്ഞാണോ നീ ഇതിങ്ങനെ പറയണേ? അല്ല അല്ല അല്ല
അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം, ഇവന്മാര് ഇപ്പൊ സെറ്റല്ല എന്ന് വെച്ചാൽ ഇവന്മാര് സെറ്റല്ല എന്ന് നമുക്കും അറിയാം, അവന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് അവന്മാർ ഇങ്ങനെ നിൽക്കണം. മനസ്സിലായില്ലേ? ഇവന്മാര് സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഉറപ്പായിട്ട് നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കും. അത് ഇവന്മാരെ നമ്മൾ ഇന്നലെ അല്ലല്ലോ എണ്ണ കാണുന്നത്. പിന്നെ അല്ല അവന്മാർക്ക് നമ്മളാന്ന് അറിയത്തില്ലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാനും നീലനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. ഇവന്മാരായിട്ട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. എന്നാ ഒരു കാര്യം കണ്ടീന്ന് വിളിച്ചതിന് ഒരു സോറി പറഞ്ഞിട്ട് പോക്കോളം പറയാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണ ഒന്നത് വേറൊരു സിറ്റുവേഷന് പോയത്. ചന്ദ്രു എനിക്ക് സീനില്ല, ഞാൻ പറഞ്ഞില്ല അണ്ണാ ഞാൻ ചോദിക്കണേ, എനിക്ക് സിറ്റുവേഷൻ അറിയണം, അതിന്റെ ചോദിക്കാം. നീ ഒന്നും പറഞ്ഞില്ല. ഇല്ല അവനായിട്ട് മുമ്പേ വണ്ടി എടുത്തോണ്ടേ. ഇതിപ്പോ സോറി പോലെ പറഞ്ഞ അവന്മാര് പറയും ടി വി ആണെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. അതാ പറയാൻ പോണേ, അതാണ് അങ്ങനെ പോകത്തേ ഉള്ളത്. എല്ലാ ഗ്യാങ്ങായിട്ട് സോളോ ആക്കി വിട്ടാൽ എങ്ങനെ ടി വിക്ക് കിട്ടും? കുറെ ഗ്യാങ്സ് അടിക്കാൻ വരുന്നില്ല. ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയണേ? നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോലെ വെറുതെ പോയി മാസ് അടിച്ച് ചുമ്മാ ആൾക്കാരെ അടിച്ച് കൊല്ലണോ? ഹലോ, ഇത് ഇന്നലെ നാളെ നീ അടിക്കും, എനിക്ക് നല്ലപോലെ അറിയാം. അണ്ണ എനിക്ക് സീനൊന്നുമില്ല. കാര്യം അവൻ കണ്ടീന്ന് വിളിച്ചപ്പോ നമ്മൾ അടിച്ചിട്ട് അവനാണ് പേടിച്ച് ഓടിയത്. നമുക്ക് സീനൊന്നുമില്ല. അണ്ണ ഞാൻ ഒരു കാര്യം പറയാം, അവര് സെറ്റൊന്നുമില്ല, നമുക്കത് അറിയാം, നമുക്കറിയാതെ അവര് സെറ്റ് ആവുമ്പോ നമുക്ക് അടിക്കാൻ. അവന്മാര് ഇനി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ വേണമെന്നൊന്നുമില്ല. എടാ ചന്ദ്ര ചില്ല അവിടെ ചന്ദ്ര. എടാ ഇത് 2-3 ദിവസമായി എടാ ചന്ദ്ര. പിന്നെ വേറെ ഗ്യാങ്ങിൽ ഒരുത്തം വന്ന് നമ്മുടെ കൂടുതൽ ഒരുത്തനെ കണ്ടീന്ന് വിളിച്ചാ പിന്നെ സിറ്റുവേഷൻ എടുക്കൂലടാ. അങ്ങനല്ല സിറ്റുവേഷൻ എടുക്കല്ലോ. അത് എടാ നമുക്ക് പരിചയമുള്ളവരുണ്ടോ അവിടെ? നീ ഇങ്ങനെ മൊത്തത്തിൽ ബ്ലെയിം പോലെ പറയല്ലടാ എല്ലാവരുടെ അടുത്തും. എനിക്കൊന്നും പറയില്ല. ഇതൊക്കെ ഇതെനിക്ക് ഈ വേറെ ഗ്യാങ്ങിൽ പരിചയമുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ പ്ലേയേഴ്സിനെ മൊത്തത്തിൽ ഇതാക്കണത് പോലെ ആവും. ഇത് ഒരു ദിവസമല്ല 3 ദിവസം അടുപ്പിച്ചായതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ എടുക്കാൻ പറയുമോ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്കതാണ് മനസ്സിലാകാത്തത്. അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ എടുക്കാൻ പറയത്തില്ല. ഞാൻ തന്നെ കഴിഞ്ഞ 2 സിറ്റുവേഷൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട്. ഒരു മിനിറ്റ്. തീവ് കാരണം നമ്മള് കൂടെ ഫുഡ് കഴിക്കണോ? നീ വെളിയത്തെ കാര്യം പറയടാ സ്റ്റീവേ. നമ്മള് ചുമ്മാ ഇത് പറഞ്ഞോണ്ടിരിക്കാ. എന്താടാ? അയ്യോ നീ എന്താ അപ്പൊ ഇവിടെ ഉണ്ടോ? ഹലോ ഹലോ എടാ ചാറ്റിൽ കിടന്ന് ഓണടിക്കുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഞാൻ അടിച്ചു മടുത്താണ്, മനസ്സിലായവന്മാരെയൊക്കെ. മറ്റേ തോറ്റ് നിൽക്കുന്നതാണ് നീയൊക്കെ പേടി പറയുന്നൊക്കെ പറഞ്ഞ എനിക്കൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. മനസ്സിലായ? ഞാൻ ഇവിടെ അടിച്ച് മടിച്ച ഗ്യാങ്ങുകളാണ് അതൊക്കെ. ജയിച്ചിട്ട് വർത്താനം പറയണം, അല്ലാതെ മറ്റേ ചുമ്മാ ഇരുന്ന് മറ്റേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എനിക്ക് കൺസേൺ ആണെന്നും അല്ല, മനസ്സിലായ? ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മെമ്പേഴ്സ് തമ്മിലുള്ള ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതൊക്കെയാണ് ഒരു ലീഡറിന്റെ കൺസേൺ. അല്ലാതെ നിന്നെ പോലെ ചുമ്മാ ഒരു വാർ പോയി എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും അല്ല കൺസേൺ എൻ്റെ. എനിക്ക് ഇത് വാറില്ലെങ്കിൽ വേറെ വാർ ഉണ്ട്. എൻ്റെ വാർ മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്കുമില്ല. എനിക്കൊരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ മെമ്പേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷും അവരുടെ എല്ലാവരുടെയും ഇതെല്ലാം അവർക്കൊരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഗ്യാങ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയും നാള്. മനസ്സിലായ? മിസ്അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യന്മാർ പലയിടത്തു നിന്നുള്ള മനുഷ്യന്മാരുള്ള എല്ലായിടത്തും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതും വരും. അത് ഫിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ കാര്യം. അത് മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇത്ര നാളായിട്ട്.
അവിടുത്തെ മാനേജറാണ്. സോറി പറഞ്ഞങ്ങ് പിടിപ്പിക്കല്ലേ? അറിയില്ല, രണ്ട് സോറി ഒക്കെ പറഞ്ഞിട്ട് പോകാൻ പറയണ. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആവുന്നുണ്ട്, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ അതിന് തന്നെ ഇവർക്ക് അടിക്കണതുണ്ടായിരുന്നു. എന്നിട്ട് അണ്ണ സ്റ്റീവന് ഒരേ നിർബന്ധം അടിച്ചേ പറ്റൂ. എനിക്ക് ഒരു നിർബന്ധമില്ല. അണ്ണ ഒന്നും ഇങ്ങോട്ട് വരണ അണ്ണ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണ, ഇപ്പൊ ചന്ദ്രന്റെ സൈഡ് നോക്കുമ്പോ അണ്ണ ഇവന്മാരായിട്ട് രണ്ട് മൂന്ന് സിറ്റുവേഷൻ ആയത് അത് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ അൺവാണ്ടഡ് ആയിട്ട് വന്നത്, മനസ്സിലായില്ലേ? അതാ ചന്ദ്രൻ അങ്ങനെ നമുക്ക് ദേഷ്യമുണ്ട്. എനിക്കാണ് ഇവന്മാരെ തല്ലണമെന്നൊന്നും ഒന്നുമില്ല. വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എത്ര ദിവസം ഇതിങ്ങനെ ഇപ്പൊ നമ്മള് ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മൾ മര്യാദയ്ക്ക് അവിടെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറെ നേരം. അന്നേരമാണ് സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് സിറ്റുവേഷൻ, അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഇത് ഈ ബാക്കിയുള്ള കാര്യം ഇവിടെ നോക്കിക്കോ. ആൾക്കാർക്ക് ഇപ്പം വേറെ ഒരു കാര്യം പറയാം. പുറത്ത് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും RP കാണാൻ ഒരു മൂഡുണ്ടാവും. ആ സമയത്ത് PvP വന്നു കഴിയുമ്പം സിറ്റുവേഷനിലോട്ട് PvP എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലവിടെ PvP സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം PvP തൊട്ട് വരും. ഇവിടെ വന്നിട്ട് വീണ്ടും സിറ്റുവേഷൻ ഇല്ലെന്ന് പറയുമ്പോൾ ഇവരും ചാറ്റിൽ കിടന്ന് ട്രിഗർ ആവും. ആ ഒരു സാധനം എല്ലാരും കിടന്ന് നോക്കുന്നുണ്ട്. കൺസേൺഡ് ആണ് കുറച്ച് നാളായിട്ട്, മനസ്സിലായ? അത് നോക്കിയാണ് കുറെ പേര് ഇവിടെ കളിക്കുന്നത്. ഞാൻ ഇതായിട്ട് പറയാം, ഉറപ്പായിട്ട് പറയാം. ഞാൻ പറഞ്ഞോട്ടെ, 3 ദിവസവും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുവാണ്. അതായത് വരുന്നു, ഇതാക്കുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു, വരുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു. അപ്പോഴത്തേക്കിന് പുറത്ത് കുറെ എണ്ണം മറ്റേ ഒരു ഗ്യാങ് പോലും ഇല്ലാത്ത അവന്മാരുണ്ടല്ലോ, അവന്മാരിരുന്ന് പറയും നമുക്ക് പേടിയാണെന്ന്. ഇവന്മാരെ 100 വട്ടം തല്ലുകൊണ്ടിട്ടുണ്ട്, എന്നാലും പറയും നമുക്ക് പേടിയാണെന്ന്. നമ്മളാണ് 20 വട്ടം തല്ലിയിട്ടുണ്ട് ഇവരെ. നമ്മളെ ഈ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതേ ഞാൻ പറയുള്ളൂ. കണ്ടീന്ന് വിളിച്ചപ്പോ ഞാനും നീലനും ഇവന്മാര് തല്ലിയാണ് വിട്ടത്. എന്നിട്ട് അവന് വെടിവെച്ചിട്ടത്. വെടിവെച്ചിട്ട് അവൻ ഓടിയാ പോയത്. അവനപ്പൊ അത് ചോദിക്കണ്ടേ, അവൻ ചോദിക്കണ്ടേ വിട്ടേക്ക. അതിപ്പോ അവർക്കല്ലാണോ ചോദിക്കണ്ട, നമുക്കൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അവന്മാരെ വിളിച്ചിട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് വിട്ടോ. ഞങ്ങള് കണ്ടീന്ന് വിളിച്ചതിന് നമ്മള് ഞാൻ അവനോട് തന്നെ സംസാരിക്കണ്ട. ആ സിറ്റുവേഷൻ അവനോട് അല്ല, നമുക്ക് അവിടെ സംസാരിക്കാം. വാ, അല്ല അവർക്കല്ല, സോറി വേണ്ട. അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുത്തോളാം. പറ. നമ്മളാണ് അവരെ തല്ലി വിട്ടത്. അപ്പൊ പിന്നെ ഇനി അവന്മാരുടെ അടുത്ത് സോറി പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുക്കട്ടെന്ന് പറയാം. എടാ അല്ല, കണക്ട് ഇട്ടോ, DG കണക്ട് ഇട്ടോ. ഹലോ, കേക്കാവോ ജോസൂട്ടി? കേക്കാവോ? ജോസൂട്ടി, ഞാൻ പറയാം സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഇവരിവിടെ മുതുക്കിൽ ഇവിടെ നിന്നോണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ വന്നിട്ട് ഈ പറയണതുപോലെ ഇവിടെ ഇവരുടെ അടുത്ത് സംസാരമായിട്ട് ലാസ്റ്റ് അവൻ കണ്ടീന്ന് വിളിച്ചിട്ട് പോയെന്ന്. അപ്പൊ ഇവന്മാര് കണ്ണെടുത്ത് അവനെ വെടിവെച്ചു. അപ്പൊ അവനൊന്നും വെടിയൊന്നും വെക്കാതെ അവൻ തിരിച്ച് വണ്ടി എടുത്ത് പോയി.
ഇതാണ് നടന്നത്. അപ്പോൾ സ്നൈപ്പായിട്ടായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായത്. സ്നൈപ്പ് എന്ന് പറഞ്ഞോടാ, സംസാരിച്ചോടാ. ബ്രോ ഞാനൊരു കാര്യം പറയാം, നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ഒന്നല്ല. ഒരു സിറ്റിസൺ വന്നിട്ട് നിങ്ങളവിടെ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുമ്പോൾ അവൻ വന്നിട്ട് വെച്ച് ഒരു ഇത് ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ ആയിരുന്നു പിന്നെ അറിയണത് അല്ലേ, ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്ങാന്ന് വെച്ച്. അപ്പൊ ഞാൻ അവൻ സിറ്റിസൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോയ്ക്ക് കണ്ണ് കണ്ടൂടെ ഇത് TG ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് പുറകെ പോയി ഇത് ആരാന്ന് ചോദിച്ചപ്പോ അവൻ മിണ്ടാണ്ട് ഇങ്ങനെ പോയി. അവന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നപ്പോ ഈ പറയണ TJയിലുള്ള പുള്ളിക്കാരൻ നേരെ വന്ന് വണ്ടി ഇടിച്ച് ബാക്കിൽ നിന്ന്. അപ്പൊ എനിക്ക് വീഡിയോ കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് കണ്ണു കണ്ടുകൂടെയാണെന്ന് വെച്ച് സംസാരിച്ചു. അപ്പൊ അതേമാതിരി അവൻ തിരിച്ച് സംസാരിച്ചു എന്ന് വെച്ചാൽ സോറി ഒന്നും പറഞ്ഞില്ല, ഞാൻ സംസാരിച്ചു, അവൻ തിരിച്ച് അങ്ങനെ സംസാരിച്ചു. ബ്രോ പിന്നെ ഈ പറയണ പോലെ സിറ്റിസൺ വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിച്ച അവൻ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ ലൂപ്പി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കണ്ടീന്ന് വിളിച്ച് പോയപ്പോ നമ്മള് വെടിവെച്ചായിരുന്നു. അല്ല ജോസുട്ടി, ഞാനൊരു കാര്യം പറയാം. നമ്മൾ അവിടെ വെച്ചിട്ട് അവന്മാര് അവനെ ഓൾറെഡി അടിച്ച് ഇതാക്കി വിട്ട്. അപ്പോ നമ്മളെ സത്യം പറഞ്ഞ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞ്. അപ്പൊ അത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നമ്മുടെ അടുത്ത് പറയേണ്ടത്, കണ്ടിന്യൂ ചെയ്യുവാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം പറയണ്ടേ. കാരണം നമ്മൾ അവിടെ വെച്ച് തന്നെ അവന്മാരെ അടിച്ച് അന്നേരം തന്നെ അവൻ തിരിച്ച് വെടിയൊന്നും വെക്കാതെ വെടിവെച്ചില്ലെന്നാ തോന്നുന്നത്. എന്നാ പ്രിയറായിട്ട് കണ്ടിന്യൂ പറഞ്ഞോ, നിങ്ങൾ നിങ്ങളുടെ സമയം പറഞ്ഞോ. ഓക്കെ ജോസുട്ടി. കറണ്ട് പോയോ കറണ്ട്? എടാ ഞാൻ മിക്കവാറും ഇപ്പൊ കത്തിപ്പോയടാ. എന്റെ കറണ്ട് പോയേ. എത്ര നേരമായി പോയിട്ട്? 15 മിനിറ്റ് ആയി പോയിട്ട്. ചുറ്റും നടക്കുന്ന ആൾക്കാരൊക്കെ കാണാവോ നല്ലപോലെ? കാണാം, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല, വെട്ടലൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പോ വാറ് നടക്കുന്ന സമയത്ത് ഇതിനെക്കാട്ടും വലിയ വെട്ടലായിരിക്കും. ഈ PL സമയത്ത് തന്നെ വേണോ വാറ്? 11:30 റെഡിയാവാൻ തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇതിനകത്ത് പിന്നെ എന്ത് പറയാനാ? അപ്പൊ അവര് അടിക്കണ്ടെന്നൊന്നും ഇല്ല, അതൊന്നും സ്റ്റേബിൾ ആയിട്ട് അടിച്ചാ പോരെ. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ പോയി ചുമ്മാ അണ്ണാക്കി കയറി ചത്തു പോത്തേ ഉള്ളു. അണ്ണാ ഇവിടെ നോർമലി ഉണ്ടല്ലോ 12:30ക്കാണ് ഇത് കുറയണത് PL, അതിനുശേഷം സ്റ്റേബിളാ. അല്ലെങ്കിൽ വെട്ടുവണ്ണ വെട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടി വരും ബാക്കി പോകും, ഫ്രണ്ടി വരും ബാക്കി പോകും. കറണ്ട് വന്നില്ല, വണ്ടികൾ എടുക്കുമ്പോ നോക്കി എടുക്കണം എല്ലാരും. ഞാൻ എന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യട്ടെ, എന്നാലും എനിക്ക് അതിനനുസരിച്ച് ബാക്കപ്പ് കിട്ടും. ഞാനൊക്കെ 2-3 ലൈറ്റ് ഉണ്ട്, ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്യുവാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ് സമയം എന്താ? എടാ ഇല്ലടാ, ക്യാം ഇട്ട ഇതാ. ഞാൻ എന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ക്യാം ഇട്ട് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്യാം DSLR അല്ലേ എന്റെ ക്യാം ഇപ്പൊ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. ഞാൻ എന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എന്റെ കറണ്ട് പോയി ഇവിടുത്തെ 15. സാധാരണ ഇത്ര ഇങ്ങനെ പോവാത്ത ഈ സമയത്ത് ഇവിടെ മഴയാ. മറ്റേ ഇരുട്ടത്ത് കോഴിയെ പിടിക്കാൻ പോകുന്ന കള്ളനെ പോലെ ഇരിക്കുന്നു. എടാ ഒരു വണ്ടി എന്നെ പിക്ക് ചെയ്യടാ. ഇവിടെ ഒരു വണ്ടി ക്യാരി ഒന്നും വേണ്ട, ആരും ഇല്ല ഇതിനകത്ത്. ഇല്ലല്ല കേറിക്കോ ആളില്ല, കേറിക്കോ അങ്ങനെ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എനിക്കത് അത് മോശമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. നിങ്ങൾ ഈ സിറ്റുവേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ തീരും.
പക്ഷെ എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇത് കഴിഞ്ഞാലും ഗ്രൂപ്പിലാണേലും വെളിയിലും എല്ലാം ഉണ്ട്. എനിക്ക് സെൻസിറ്റീവായിട്ട് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിറ്റുവേഷനാണ്. എനിക്കിത് ഫ്യൂച്ചറിലേക്ക് റണ്ണാവുന്ന ഒരുപാട് കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ആരുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തത്. പക്ഷേ 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, ചന്ദ്രന് അവൻ അറിയാവുന്ന കുറച്ച് പേരുണ്ട് എന്ന് കരുതി അവനെ കുറ്റം പറയുമല്ല. നിങ്ങൾ അവനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ല പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എൻ്റെ ചാറ്റിൽ വന്നിട്ട് ചന്ദ്രനെ പറ്റി മോശം പറഞ്ഞാലും സ്നൈപ്പിനെ പറ്റി മോശം പറഞ്ഞാലും എനിക്ക് രണ്ടും കൊള്ളും ഒരുപോലെ. എനിക്ക് അവർ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ടി വിക്കകത്ത്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മളുമായിട്ട് ആരും സിറ്റുവേഷൻ എടുക്കുന്നില്ലടാ. അതായത് നമ്മളെ എടുത്തവന്മാരെ എല്ലാം നമ്മൾ അടിച്ച്. നിങ്ങളൊന്ന് കാര്യം ആലോചിച്ചാൽ മതി. റീബിൽഡിന് ശേഷം ഇതിപ്പോൾ ഇന്നത്തെ വാർ ഞാൻ തോറ്റാലും ചേച്ചി, ഇത് ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല പറയുന്നത്. റീബിൽഡിന് ശേഷം ഒരേ ഒരു വാറാണ് ടി വിയെ തോറ്റത്. റീബിൽഡിന് ശേഷം ഒറ്റ വാറാണ് നമ്മൾ തോറ്റത്. മനസ്സിലായ? ആ ഒരു സാധനത്തെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് ഉള്ളത് കൊണ്ട് കുറേ ഗ്യാങ്ങുകൾ വന്ന് നമ്മുടെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുന്നില്ല. പിന്നെ സിറ്റിയിൽ പുതിയതായിട്ട് വരുന്ന ഗ്യാങ് എല്ലാം ഫ്രണ്ട്ലിയാണ്. പിന്നെ നമുക്ക് അടിക്കണമെന്നുണ്ടായിരുന്നത് SRR ആയിരുന്നു. SRR റീബിൽഡായി വേറൊരു ഗ്യാങ്ങായിട്ട് വന്നിട്ട് അവന്മാരെ പിടിച്ച് തല്ലിയിട്ട് കാര്യമില്ല. അവരൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അവരും പുതിയ ഗ്യാങ്ങാണ്. നമ്മൾ നേരെ പോയി ഇതാക്കണം. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു റൈവലറി ഗ്യാങ് എന്ന് പറഞ്ഞാൽ MRC ആണ്. അവർ തല്ലിപ്പിരിഞ്ഞ് കുറച്ച് പേര് MRFO MRCO എന്തോ ആയി. ഇനി വേറെ ആൾക്കാർ അവർ സിറ്റിയിൽ പോലും ഇല്ല. അങ്ങനത്തെ അവസ്ഥയായി അത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ലൈക്ക് ടോട്ടലി നമുക്ക് ബാക്കിയെല്ലാം നമ്മളായിട്ട് ഫ്രണ്ട്ലി ഗ്യാങ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരായി. അതിനെപ്പറ്റി പറയണേ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ PvP ചെയ്യാൻ താല്പര്യമുള്ളവരും ഉണ്ട്. അവരെയും കൺസിഡർ ചെയ്യണം. എനിക്ക് അത് രണ്ടുകൂടെ ബാലൻസ് ആക്കി പോകണം. RP ചെയ്യാൻ എനിക്ക് ഇവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. PvP കളിക്കാനായിട്ട് ഒരു ഗ്യാങ്ങിന് 2 വിങ് പോലെയാണ്. PvP സൈഡും RP സൈഡും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഒരു നല്ല ഗ്യാങ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തല്ലാൻ വേണ്ടി മാത്രം കയറുന്നവരും ഗ്യാങ് RP കളിക്കുമ്പോൾ വേണം അത് തന്നെ ചെയ്യാം. പക്ഷെ ഞാനൊരു നല്ല നിങ്ങൾ കുറച്ച് ആൾക്കാർ TVക്ക് വേണ്ടി ഫാൻ ബേസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം ഒബ്വിയസ്ലി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. PvP സൈഡ് നിങ്ങൾക്ക് തരണം, RP നിങ്ങൾക്ക് തരണം. അപ്പോൾ ഈ RP ഇതിനകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഡെസ്ട്രോയുടെ കാര്യം പറഞ്ഞപ്പോൾ പോലും ഡെസ്ട്രോ കഴിഞ്ഞ ദിവസം ഈ സിറ്റുവേഷൻ ട്രിഗർ ആയ സമയത്ത് ഞാനിത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഡെസ്ട്രോ എന്നോട് വന്ന് പറയുക, അണ്ണാ ഞാൻ വേറെ സിറ്റിയിൽ PD കളിച്ചോട്ടെ. ഗ്യാങ് കളിക്കാൻ എന്തായാലും നമ്മൾ സംസാരിക്കാറില്ലല്ലോ. അപ്പം ഞാൻ വേറെ സിറ്റിയിൽ ഞാൻ ഇത് കളിച്ചോട്ടെ, PD RP കളിച്ചോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ PvP ഇതാക്കി വയ്ക്കുക. ഇവിടെ എനിക്ക് ഒട്ടും PvP കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഫോം ഔട്ട് ആവുമെന്ന് അവർ പറയണത് ശരിയാ. അവർ പറയണത് ഒബ്വിയസ്ലി ശരിയാണ്. അതെനിക്ക് ഉറപ്പായിട്ടും ഇതാക്കി കളയാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ ഇല്ലാതെ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു സ്ട്രീക്കിൽ വിന്നായി നിന്നിട്ട് സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതെ ആ സ്ട്രീക്കിൻ്റെ മഹിമയും പറഞ്ഞുകൊണ്ട് പോയി ആരുടെടുത്തേലും സിറ്റുവേഷൻ ഇല്ലാതെ കുറേ നാൾക്ക് കഴിഞ്ഞ് കയറി കൊടുക്കുമ്പോഴായിരിക്കും അടിച്ച് കിട്ടാൻ പോകുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം, അടിച്ച് കിട്ടാൻ പോണ അന്നേരമായിരിക്കും. അത് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ വലിയ റെപ്യൂട്ടഡ് ഗൺ പവർ ഉള്ള ഗ്യാങ് ഒന്നും ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാങ്ങിൻ്റെ നിന്നായിരിക്കും അന്നേരം ഒരു വലിയ അടി കിട്ടാൻ പോണേ. മനസ്സിലായോ? അവിടെയാണ് ഞാനീ പറയണേ. നമ്മളെല്ലാ സിറ്റുവേഷനും സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതാവും. ഇതിപ്പം നമ്മൾ 2 സോൾവ് ആക്കി. ഇത് ജോസൂട്ടിക്കും കൊമ്പനുമാണെങ്കിലും കാര്യം മനസ്സിലായി. നമ്മളല്ലാതെ അടി ഉണ്ടാക്കിയല്ലല്ലോ ഈ സിറ്റുവേഷൻ എടുക്കുന്നത്. വൾഗാരിറ്റിയിലോട്ട് പോയില്ലല്ലോ ഈ സിറ്റുവേഷൻ. ഓക്കെ, കഴിഞ്ഞു. തോറ്റാലും ജയിച്ചാലും നമ്മൾ ഇത്ര എന്നുള്ള രീതിയിൽ ഇതാക്കി കളയുക. ഒരു മിനിറ്റ്. ഹലോ ചന്ദ്ര. ഹലോ എടാ, നിങ്ങോട്ട് വന്നടാ. നീ എവിടേക്ക്? ഒന്ന് പെട്ടെന്ന് വന്നേ. നമ്മൾ 26 പേരുടെ എന്താ കേട്ടില്ല? ജൂഡ് എന്താ പറഞ്ഞേ? കോവും ആഷും എന്താ മുതുകലുണ്ട്. ഇവിടെ പുറത്ത് അങ്ങോട്ട് വരാം. എന്റെ ലൈവ് കട്ടാവുമെന്നാണ് എന്റെ പേടി. റെഡിയാവോ? പ്രീവാറിന് റെഡിയാവോ? എല്ലാരും സാധനം എടുത്ത് വണ്ടി എടുത്ത് സെറ്റാവോ? 25 പേരായോ? 26 പേരുണ്ട്. 26 പേരായി. അപ്പാപ്പൻ, சொல்லுங்க.
எங்க இருக்கீங்க? இங்க பிங்கில இருக்கு. 26 പേരായോ? அதோ கேங் ஹவுஸ் வந்துட்டேன். അണ്ണാ ബട്ട് ഇപ്പൊ RP സൈഡ് ലോ ആണ്. അത് ബ്രോയുടെ വെറും തോന്നല ബ്രോ അത് ചിലപ്പം ഞാനിപ്പോ കുറച്ച് ഒരു 1-2 ആഴ്ചയായിട്ട് ഇനാക്റ്റീവ് ആണ്. RP സൈഡ് ലോ ആണെന്ന് പറയണത് ബ്രോ. എടാ SRK എടാ റേഡിയോ കയറി ഇരിക്കാൻ പാടില്ല. റേഡിയോ കയറല്ലേ? എന്താ സാറേ? SRK എങ്ങനെ റേഡിയോ കയറാൻ പറ്റുന്ന? അവന് റോൾ ഇല്ലല്ലോ. റോള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല സാർക്കാണ് ഡിലീറ്റ് ചെയ്തത് അതിന്റെ മൾട്ടി. അത് എന്റെ POV മാത്രം നിങ്ങൾ കാണുന്നുണ്ട്. ഞാനാണ് കുറച്ച് നാളായിട്ട് RPയിൽ ഇനാക്റ്റീവ്. കുറച്ച് നാളെന്ന് പറഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാനാണ് മറ്റേ അങ്ങനെ സിറ്റുവേഷൻസിൽ ബാക്കി ഇതൊന്നും വരാത്തത്. ഞാൻ പറഞ്ഞില്ല ഈ ഇഷ്യൂസും ഇതെല്ലാം ഈ MRCയുടെ ഇഷ്യൂവും ബാക്കി അതിനു മുമ്പ് നമ്മൾ RP MRC ഇഷ്യൂ ആയി. അത് കഴിഞ്ഞപ്പോൾ ഈ IRL ഇഷ്യൂസും എല്ലാം കൂടെ വന്നില്ല. അതിന്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇന്നോട്ടുണ്ടാവും, സിറ്റിയിലുണ്ടാവും ഞാൻ ഇന്നോട്ട്. പറടാ. ഞാൻ എന്താ ഇവിടെ ബാക്കിൽ ഗ്യാങ് ഹൗസിന്റെ ബാക്കിൽ. കാര്യങ്ങൾ അറിയാണ്ട് ഇങ്ങോട്ട് വാ ഈ മാർക്കിലോ. കുടുംബശ്രീ വരുന്നുണ്ട് നീലക്കോയില് കുടുംബശ്രീ നീലക്കോയിലേ നീയേ വില്ലുമോണിന് പോയിട്ട് നീലിമോണിന് ഒരു പേര് നീലൊന്നും പിടിക്കല്ലേ വില പോവും. മാറിക്കണേ. You are reading chat too much when doing RP earlier. It was not like that bro. ഞാൻ ഇപ്പൊ RP ചെയ്യുവല്ലല്ലോ, ഈ പ്രശ്നം നടന്നോണ്ടല്ലേ ചാറ്റ് വായിച്ചത്. എടാ പറയടാ. ഞാൻ ദർശനെ വിളിച്ചപ്പോ ദർശന പറഞ്ഞു. എടാ എന്താ ഇവിടോട്ട് വാടാ, ഈ മാർക്കിൽ വാടാ ചന്ദ്ര. 5402 ഇല്ല നിന്നെ കുറിച്ചിട്ടല്ല പറയുന്നത്, നീ ഒളിഞ്ഞു നോക്കല്ലേ. ദർശനെ വിളിച്ചപ്പോ ദർശന എന്റെ അടുത്ത് വിഷമം ഇങ്ങനെ വിഷമമായിട്ടിരിക്കുന്നു. എന്താ കാര്യം ചോദിച്ചപ്പോ അണ്ണന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് അണ്ണൻ കണ്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് മറ്റേ ഫുൾ ടൈം കിണി നടക്കാൻ പറ്റത്തില്ല. ഇത് ഞാനും പറഞ്ഞത് ഇത് അവളോട് കുറെ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? ബട്ട് അണ്ണ അതിലല്ല ട്വിസ്റ്റ് ഉണ്ട്. അണ്ണ ഇടാ ഇത് മറ്റേത് എന്താ കേട്ടില്ല? എന്താ സാനിയും അണ്ണനും കൂടി സംസാരിക്കുന്നു. ദർശന റിപ്പയറിൽ വെച്ചിട്ട് അതല്ലേ പറഞ്ഞ ട്വിസ്റ്റ് അണ്ണന്റെ അടുത്ത്. അതല്ലേ ഞാൻ പറഞ്ഞ് മെസ്സേജ് അയച്ച റിപ്ലൈ ഇല്ല. ഇഷ്ടമായോണ്ട് കൺഫേം. എടാ ഒന്ന് വന്നടാ ചന്ദ്ര. ഹലോ എടാ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേക്ക്. അല്ലെ 3 ദിവസമായി ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ അത് അൺവാണ്ടഡ് ആയിട്ട്. ഇതിൽ 2 വട്ടം അതിലൊരു വട്ടം നീയാ പോയി സോൾവ് ചെയ്ത്. ഇത് വെളിയിൽ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത് ഈ സിറ്റുവേഷൻ നമുക്ക് വേണ്ട, നമുക്ക് ഇതെടുക്കാൻ സമ്മതിക്കത്തില്ല. 2 വട്ടവും ഞാൻ തന്നെ വന്ന് പറഞ്ഞ്. അന്നേരം ഈ വെളിയിലിരിക്കുന്ന കുറേ അമ്മമാരെ നമുക്ക് പേടിയാ ഇതാന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. അത് മൈൻഡ് ചെയ്യുന്നില്ല, അത് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ട്. ഓക്കെ, ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അളിയ ഇപ്പം ഇവിടെ നമ്മളുമായിട്ട് സിറ്റുവേഷൻ ഇപ്പം ആരും എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, സിറ്റുവേഷൻസ് നമുക്ക് ഭയങ്കര കുറവാണ്. എടുക്കുന്നവന്മാരെ നമ്മൾ ഓൾറെഡി തല്ലിയിട്ടുമുണ്ട്, ഇതാക്കിയിട്ടുമുണ്ട്. പിന്നെ ഇവിടെ PvP കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരിപ്പം എൻ്റെ അടുത്ത് പുറത്താണെങ്കിൽ പോലും ഈ പറയണത് പോലെ വേറെ സിറ്റിയിലൊക്കെ പോയി PDRP കളിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാളിയാ, നമുക്ക് ഈ സിറ്റുവേഷൻ ഇല്ലാതെ ഇരുന്ന് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആർക്കും പെർഫോം ചെയ്യാനോ ഇതാക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഒന്നത്തെ കാര്യം ഇതില്ല, നമ്മൾ ഒരുപാട് സോൾവ് ആക്കാൻ നോക്കിയാലും ഇതാകും. ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരെ TJ എടുത്ത് പോയിട്ട് മറ്റേ അലമ്പായി തള്ളക്കി വിളിയാവുന്ന രീതിയിലായിരുന്നെങ്കിൽ ഓക്കെയാണ്. നിനക്ക് പരിചയമുള്ളവരുണ്ട്. ഞാനും അവന്മാരുടെ അടുത്ത് കുറച്ചാൾ മര്യാദയ്ക്കാണ് സംസാരിക്കണത്. ഞാൻ ജോസൂട്ടിയോട് സംസാരിച്ചപ്പോഴും അവൻ മര്യാദയ്ക്കാണ്. അവരിത് എന്തായാലും നടന്ന സിറ്റുവേഷൻ അവർ സിറ്റുവേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞു ഓൾറെഡി. അപ്പോൾ പിന്നെ നമ്മൾ
ഈ PvP എടുക്കാൻ പോണ ആൾക്കാർ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാടാ, ഈ വള്ളി എടുക്കാൻ പോകുന്നവരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വള്ളി എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാതാവും. പിന്നെ നമുക്ക് PvP വേണം തോന്നുന്ന സമയത്ത് ആരും ഇല്ലാതായി പോകും. മനസ്സിലായ? അതാണ് വേറൊരു പ്രശ്നം. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ടർഫും ഇതുമാണ് നമുക്കിപ്പോൾ ആകെ ഉള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെ അപ്പുറത്തോട്ട് സിറ്റിയിൽ ഈ ഗ്യാങ് വേഴ്സസ് ഗ്യാങ് ഫൈറ്റ് എന്നുള്ളൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ ഈ PvP എന്ന് പറഞ്ഞ് കുറെ അമ്മമാരെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞ കാര്യമാണ്, നല്ല വള്ളി എടുക്കാൻ വേണ്ടിട്ട്. അത് എനിക്ക് മനസ്സിലായി. എടാ ഞാൻ പറയണ അതല്ല, അത് കഴിഞ്ഞതിന് ശേഷം 3 സിറ്റുവേഷൻ ട്രിഗറായി. നമ്മളിത് എത്രാന്ന് വെച്ചിട്ടാണ് സോൾവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരേ സാധനം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ടോക്സിക് ആയിട്ടില്ല അവരുടെ അടുത്ത്, നമ്മൾ മര്യാദയ്ക്ക് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. അപ്പം മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്കും സിറ്റുവേഷൻ എടുക്കാൻ റെഡി ആണെങ്കിൽ പിന്നെ എടുത്തോട്ടറാ, അതല്ലേ നല്ലത്. അവർ സിറ്റുവേഷൻ എടുക്കാൻ റെഡിയാ, അവർ റെഡി അല്ലായില്ല. അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ, ഇനി അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറയുന്ന മടിയുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടാ ഡ്രോപ്പ് ചെയ്യാൻ, ഇനി ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത് എനിക്കും മടിയാ. ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ സിറ്റുവേഷന്റെ കുറവില്ല എൻ്റെ അല്ല, ക്വാളിറ്റി കുറച്ച് ഇതുകൊണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി എന്തെങ്കിലും ഒരു നല്ല സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ദേഷ്യമെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ്. ഈ ഒരു സിറ്റുവേഷൻ എടുത്തേക്കണേ നമ്മള്. എനിക്കത് നല്ലതുപോലെ മനസ്സിലാവും. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത് PvP സൈഡ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവന്മാരടുത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് അവർക്ക് കൊടുക്കണം. ലൈക്ക് അതാണെങ്കിൽ അവർ ചെയ്യുന്നെങ്കിൽ കറന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ അടി പൊട്ടുന്നതാണ് കൂടുതലും ഞാൻ കാണുന്നത്. കമ്പയർ ടു അത് നോക്കുമ്പോ അടി വയ്ക്കുന്നതാണ് കൂടുതലും കാണുന്നത്. സംസാരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ എനിക്കാണ് രാത്രി കുറച്ച് പേര് അവരെ കാര്യം നോക്കുന്നുണ്ട്. ഈ പീക്ക് ടൈമിൽ മൊത്തം അടി മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ദിവസങ്ങൾ. അതുകൊണ്ടാണ് ഇവന്മാർ നല്ല സിറ്റുവേഷൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അവനെ എനിക്കും അത് തന്നെ, എനിക്ക് ഇപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഒരേ ഗ്യാങ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് 3 വട്ടം വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റൂടാ? നമ്മളിപ്പോ 1 വട്ടം ഡ്രോപ്പ് ചെയ്ത്, 2 വട്ടം ഡ്രോപ്പ് ചെയ്ത്, 3-ാമത്തെ വട്ടം വീണ്ടും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഡ്രോപ്പ് ചെയ്ത് നമ്മളെ സിറ്റിയിൽ മൊത്തം വരും ഫ്രണ്ട്ലിയാ. നമുക്ക് അത് നടക്കൂല അളിയാ. അതാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. ഇതെന്തായാലും ടോക്സിക് രീതിയിൽ പോയില്ലല്ലോ. അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. ഒരെണ്ണം ഞാൻ വേറെ കാര്യം പറയട്ടെ ചന്ദ്ര. പിന്നെ ഒരെണ്ണം കിട്ടുമ്പം എല്ലാത്തിനും ഏകദേശം കാര്യം പിടികിട്ടും. മനസ്സിലായ? അതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇതുണ്ട്. നല്ല കാര്യമാണ് നിൽക്കുന്നത്, ഞാൻ പറയണത് അതുകൊണ്ടല്ല. ഒരെണ്ണം നമ്മൾ ഈ പറയണതുപോലെ ഈ വിളിച്ചു കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ മാറി. ഇപ്പം നോക്കിയപ്പോൾ 25 പേരും വന്ന്, നല്ല കാര്യം. വന്നില്ലെങ്കിൽ ഈ വരാതിരിക്കുന്ന സമയത്താണ് ഞാൻ പറയണത് ഈ 20 പേരെ വെച്ച് അടിക്കാം, 19 പേരെ വെച്ച് അടിക്കാം. അതെനിക്ക് താല്പര്യമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇതിപ്പം ഒട്ടും എടാ നീ അടി ഉണ്ടാവുന്ന കാണുന്നു എന്നല്ലാതെ നീ പറ, ഈ മാസം നമ്മൾ എത്ര വാർ എടുത്ത്? ഹലോ 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 കേൾക്കുന്നില്ല ഞാൻ പറയുന്നേ? ഇല്ല ഇപ്പഴേ കേട്ടെ. നിങ്ങൾക്ക് ലൈവിലും കേൾക്കുന്നില്ല? എടാ അല്ല, ഞാൻ പറയണത് മനസ്സിലായില്ല. അതല്ല, നമ്മൾ ഈ മാസം എത്ര വാർ എടുത്ത്? ഈ മാസം നമ്മൾ എടുത്ത വാറ് കുറവാ. നമ്മളെ അടിക്കാൻ വരാത്ത പറഞ്ഞാൽ പേടി നിലനിർത്തുന്ന നല്ലതല്ലേ? അത് നല്ലതാ, അതല്ല ഞാൻ പറയുന്നേ. ഇവര് എനിക്ക് അത് അറിയാം. പണ്ട് ഉണ്ടായ പ്രശ്നമാണ്. നമുക്ക് കുറെ ദിവസം വാറ് കിട്ടാണ്ടിരുന്നിട്ട് പെട്ടെന്ന് വാറ് കിട്ടുമ്പോ അതിനനുസരിച്ച് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോ അതെനിക്ക് അറിയത്തില്ല അത് എങ്ങനെ ബാലൻസ് ചെയ്യണോ. അത് കുറച്ച് വാറാണെങ്കിൽ അത്രയും വാറ് വെച്ചിട്ട് കളിച്ചാൽ മതി എന്റെ അഭിപ്രായം. അല്ലാണ്ട് ഇതിപ്പോ ടോക്സിക് ആയല്ലോ അവന്മാർ കളിക്കട്ടെ. നീ പെട്ടെന്ന് റേഡിയോക്കകത്ത് അങ്ങനെ പറയുമ്പോഴേ എല്ലാമാർക്കും ഈ വള്ളി എടുക്കാൻ പോണ എല്ലാമാർക്കും ഇതാവും. ശോകം വള്ളി എന്നുള്ള കാര്യം അഡ്രസ് ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എടാ നിനക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നീ അത് ചെയ്യണം. അത് ഞാനാണേലും പറയും. ഞാൻ ഈ 2 വാറിന് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ KV vs TV ആക്കിയതുപോലെ നമുക്ക് എല്ലാവരെയും ഇവന്മാർ ഇത്രയും പേരെ ഫ്രണ്ട്ലി ആക്കി ഒരു ഗ്യാങ്ങിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ഗ്യാങ്ങിന്റെ കൂടെ ഇല്ല, ഫ്രണ്ട്ലി ആക്കണ്ട ആരായിട്ടും. ഇവന്മാരുടെ സംസാരം ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ആരിതേ ഉള്ളൂ. എനിക്ക് മിക്കവാറും എന്റെ PC ഇപ്പൊ ഓഫ് ആവേ. ഇത് ഓക്കെയാണ്. അവരെ കണക്ട് ചെയ്യാൻ പോകും. ഇതെന്താ 15 പേരുള്ളൂ നമ്മളിപ്പോ? റേഡിയോ കേറാൻ പോയി. അവരെ കണക്ട് റേഡിയോ ഇട്ട്
ടൈം ഒന്ന് മാറ്റാൻ പറ്റുമോ? ഒരു 12 മണി വരെ ആക്കാൻ പറ്റുമോ? പറ്റൂലല്ലേ? ബ്രോ ഇപ്പൊ PL ഇതൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ആ സമയത്തേക്ക് വീണ്ടും ആക്കി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇതാവും. അതാ ഇൻവേർട്ടറിലാ ബ്രോ ഓടുന്നതിന്റെ. ഒരു 11:45 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? 11:45 ബ്രോ ലേറ്റ് ആയത് അലമ്പാവും ബ്രോ. എന്ന് വെച്ചാ PL ഇതൊക്കെ വരും. ഒരു 15 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് പ്ലീസ്. ആ ബ്രോ 11:40. ആ ഓക്കെ ഓക്കെ ഓക്കെ. പ്ലീസ് എന്നൊക്കെയാണ്. എടാ ചില്ലാവടാ, ചില്ലാവ്.